ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായിരിക്കുന്ന നല്ല വിശുദ്ധ രാത്രികാലത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടെ എന്നെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഇവിടേക്ക് ക്ഷണിച്ച സിസ്റ്റർ ബീന അജയ് സിസ്റ്റർക്കും സ്തോത്രം, കുടുംബത്തിനും ഇവിടെ കടന്നു വന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹം ഞാൻ അറിയിക്കുന്നു. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ ദിവസങ്ങൾ നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കുന്നത്. കാരണം ഞാൻ പറയാം, ദൈവം വലിയ വിടുതലുകൾ പല മേഖലകളും തന്നുകൊണ്ടിരിക്കുക. സ്തോത്രം, ആമേൻ. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നവരാണ്, എപ്പോഴും ഉപവസിക്കുന്നവരാണ്. പക്ഷെ വിടുതലുകൾ ഇല്ലെങ്കിൽ ആളുകൾ ചോദിക്കും, എന്താ നിനക്ക് മാത്രം ഒരു മാറ്റം ഇല്ലാത്തതെന്ന്. ശരിയല്ലേ? ആമേൻ. നമുക്കൊരു വിടുതൽ കിട്ടിയാലേ, പത്രോസ് കാരാഗൃഹത്തിന് അകത്ത് കിടന്ന് മരിച്ചാൽ, സ്തോത്രം, ആളുകൾ പറയും വാഗ്ദത്തമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ദൈവത്തിന് ശക്തിയില്ലെന്ന് പറയും. അപ്പോൾ നമ്മൾ വിടുവിക്കപ്പെടുമ്പോഴാണ്, നമ്മുടെ കുടുംബത്തിൽ വിടുതൽ നടക്കുമ്പോഴാണ് ദൈവനാമം മഹത്വപ്പെടുന്നത്. ആമേൻ. സ്തോത്രം. ലാസർ ഉയർത്താലേ യേശുവിന്റെ നാമം മഹത്വപ്പെടത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എന്നോട് പറയുക, നിങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ ദൈവത്തിന് മഹത്വം വെളിപ്പെടാൻ പോകുക. ഞാനിത് ചുമ്മാ പറയുകയല്ല. അതെന്തിനാണെന്നറിയാമോ? അത് യേശുവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടിയാ. ആമേൻ. സ്തോത്രം. പിതാവ് പുത്രനിൽ മഹത്വപ്പെടുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ വിടുതൽ നടക്കുമ്പോൾ, സ്തോത്രം, പുത്രൻ മഹത്വപ്പെടും, പിതാവ് മഹത്വപ്പെടും, പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെട്ട് വരും. ഇന്ന് രാത്രി ദൈവാത്മ പറയുക, ഈ മീറ്റിംഗ് ഇവിടെ ഇരിക്കുന്ന പലരുടെയും ജീവിതത്തിൽ മഹത്വമായി വെളിപ്പെടാൻ പോകുക. ആമേൻ. ചില സഭകൾക്കകത്ത്, സ്തോത്രം, നിങ്ങൾ പോകുന്ന ആലയങ്ങൾക്കകത്ത് നിങ്ങളെ ദൈവം ഒരു സ്പെഷ്യലാക്കി മാറ്റാൻ പോകുക. ഓ ഉടര ശമാന ഹൽക്കമാനകം. ഓ സ്തോത്രം, നിങ്ങൾക്ക് എന്തോ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെന്ന് നിങ്ങളുടെ ഭവനത്തിലുള്ളവർ പറയാൻ പോകുക. ഓ ശൗലുമുണ്ടോ പ്രവാചക ഗണത്തിലെന്ന് ചോദിച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും ചില കാര്യങ്ങൾ നടക്കുന്നത് കണ്ടിട്ട് ദൈവത്തിന്റെ മഹത്വപ്പെടാൻ പോകുക. സ്തോത്രം. ഇന്ന് രാത്രി നമുക്ക് എല്ലാവർക്കും വചനത്തിന് മുമ്പിലായിരിക്കാം. ഞാനൊരു ഭയങ്കരമായിരിക്കുന്ന ഒരു ദൈവിക ആലോചനയാണ് എടുക്കാൻ പോകുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സ്ഥലത്ത് പ്രസംഗിച്ചിരുന്നു. അതേ മെസ്സേജ് നിങ്ങൾ എന്നോടൊപ്പം സഹകരിക്കണം. പരിശുദ്ധാത്മാവ് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് ദൂത് പറയാം. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയോട് കൂടി ഇരിക്കണം എന്ന് ഓർപ്പിക്കുന്നു. നമുക്കൊരു വാക്യം വായിക്കാം. യോബിന്റെ പുസ്തകം 38-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിക്കാമോ? 1-ാം വാക്യവും 2-ാം വാക്യവും 3-ാം വാക്യവും ഒരാൾ ശബ്ദമുയർത്തി വായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അനന്തരം യഹോവ ചുഴലിക്കാറ്റിൽ നിന്ന് ഇയ്യോബിനോട് ഉത്തരം അരുളി ചെയ്തത് എന്തെന്നാൽ, അറിവില്ലാത്ത വാക്കുകളാൽ ആലോചനയെ ഇരുളാക്കുന്നവനാർ, നീ പുരുഷനെ പോലെ അര മുറുക്കിക്കൊള്ളുക. ഞാൻ നിന്നോട് ചോദിക്കും, എന്നോട് ഉത്തരം പറയുക. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? നിനക്ക് വിവേകമുണ്ടെങ്കിൽ പ്രസ്താവിക്കാം. സ്തോത്രം. ഈ ഒരു വാക്യം നിങ്ങൾ വായിച്ചതായിരിക്കാം. ആമേൻ. ഒരു പക്ഷേ മെസ്സേജ് കേട്ടതായിരിക്കാം. പക്ഷെ നിങ്ങൾ കേട്ടിട്ടില്ലാത്തൊരു മേഖലയിലോട്ട് പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ടുപോയിരിക്കുക. ആമേൻ. ഇത് ഇയ്യോബിനോട് ദൈവം ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം ഇയ്യോബ് തന്നെ പറയണം. നമ്മളൊക്കെ പഠിക്കുമ്പോൾ ചോദ്യോത്തരങ്ങളുണ്ടല്ലേ? വിട്ടുപോയ പദങ്ങൾ പൂരിപ്പിക്കുക. അപ്പോൾ ഇന്ന് രാത്രി യോബിന്റെ ഉത്തരവും ദൈവത്തിന്റെ ചോദ്യവുമാണ് ഇന്നത്തെ പരിശുദ്ധാത്മാവ് എൻ്റെ കയ്യിൽ തന്നിരിക്കുന്ന ആലോചന. സ്തോത്രം. എന്ന് വെച്ചാൽ ഒറ്റ വാക്യത്തിൽ പറയാം, നിന്റെ മറുപടിയുടെ തടസ്സം എന്താണെന്ന് നീ തന്നെ പറയാൻ പോകുക. മനസ്സിലായില്ല? സ്തോത്രം. ഇയ്യോബിന്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ വന്നു, ഒരുപാട് വെല്ലുവിളികൾ വന്നു, ഒരുപാട് ദുരിതങ്ങളും ദുഃഖങ്ങളും ഇയ്യോബിനെ തേടി വന്നു. അപ്പോൾ ഇയ്യോബ് തന്റെ ജീവിതത്തിന്റെ അകത്ത് വലിയ പരാതി പെട്ടിയുമായി ഇരുന്നപ്പോൾ ദൈവം ചുഴലിക്കാറ്റിൽ ഇയ്യോബിന്റെ മുന്നിൽ വെളിപ്പെട്ടു. ആമേൻ. നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി, സ്തോത്രം, നമ്മുടെ വീട്ടിലോട്ട് വരികയാണെങ്കിൽ ഏറ്റവും വലിയ, സ്തോത്രം, വില കൂടിയ കാറിലാണ് വരുന്നത്. അദ്ദേഹം ഉപയോഗിക്കുന്ന കാറിന്റെ വില എന്ന് വെച്ചാൽ ഏകദേശം എൻ്റെ അറിവിൽ ഒരു 10 കോടിയുടെ അധികം മുകളിൽ വിലയുണ്ട്. ഒരു കാറിന്റെ വിലയാണ്. ബാലിസ്റ്റിക് മിസൈൽ അയച്ചാൽ പോലും ആ കാറിനൊന്നും സംഭവിക്കത്തില്ല. അതിൻ്റെ അകത്ത് തന്നെ ഓക്സിജൻ സിലിണ്ടറുകളുണ്ട്, അത്യാവശ്യം ഓക്സിജൻ കിട്ടാൻ വേണ്ടി. അപ്പോൾ അത്രയും വിലയുള്ള 4 ടണ്ണോളം ഭാരമുള്ള കാറിലാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി യാത്ര ചെയ്യുന്നത്. ഇനി സ്തോത്രം, നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് മെമ്പർ വരുന്നെങ്കിലും
മാരുതി 800 വരും അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദൈവം വരുന്നത് എങ്ങനെയാണെന്നറിയാമോ? കാറിലോ വിമാനത്തിലോ അല്ല. എന്റെ ദൈവം വെളിപ്പെടുന്ന ചുഴലിക്കാറ്റില. സ്തോത്രം. അവൻ വരുന്നെങ്കിൽ അവന് ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലും പെരുങ്കാറ്റിലും സമുദ്രത്തിന്റെ മധ്യത്തിലും വഴിയുണ്ട്. നമ്മൾ പറയുക നമ്മുടെ ജീവിതം ഇവിടെ അവസാനിച്ചു. യോബ് പറയുക എന്റെ വഴിയെല്ലാം സ്തോത്രം പൂട്ടിപ്പോയി. അപ്പോൾ ദൈവം വ്യക്തമായി ചുഴലിക്കാറ്റിൽ വന്ന് യോബിനോട് പറയുക, യോബേ ഇല്ല കേട്ടോ, നിന്റെ വഴി അവസാനിച്ചിട്ടില്ല. ഇന്ന് നിന്റെ ചില വഴികൾ ആരംഭിക്കാൻ പോകുക. ആരുടെയൊക്കെ പരിശുദ്ധാത്മാവ് ദൂത് പറയുക, ഓ എത്രയോ വട്ടം ഉപവസിച്ചു, എത്രയോ വട്ടം പ്രാർത്ഥിച്ചു, എന്റെ വഴി തുറക്കത്തില്ലയോ എന്ന് ചോദിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ചുഴലിക്കാറ്റിൽ എന്റെ ദൈവം നിനക്ക് മറുപടി പറയാൻ പോകുക. ആമേൻ. നമ്മുടെ നാട്ടിലൊക്കെ വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ, സുനാമി വന്നു കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോൾ നമ്മുടെ നാട്ടിലെ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ഹെലികോപ്റ്ററിൽ സന്ദർശിച്ച് അനുശോചനം രേഖപ്പെടുത്തും. പക്ഷെ എന്റെ ദൈവം ചുഴലിക്കാറ്റ് വരുന്നത് അനുശോചനം രേഖപ്പെടുത്താനല്ല, നിന്നെ വിടുവിക്കാനാ. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, ആഴമുള്ള കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കൈപിടിച്ച് കയറ്റി. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുക, ദൈവം നിങ്ങളുടെ കുടുംബത്തിലോട്ട് വരുന്നെങ്കിൽ, നിങ്ങളുടെ സഭയിലോട്ട് വരുന്നെങ്കിൽ നിനക്ക് അനുശോചനം പറയാനല്ല, നിന്റെ ശവമടക്കിനല്ല, മറിച്ച് നിന്നെ ഉയർപ്പിക്കാനാ. യേശുവിന്റെ നാമത്തിൽ ദൈവാത്മാ ചില കുടുംബങ്ങളോട് ദൂത് പറയുക. ചുഴലിക്കാറ്റിൽ മറുപടി പറയുന്ന ഒരു ദൈവം മാത്രമേ ഉള്ളൂ, അത് നാം സേവിക്കുന്ന നമ്മുടെ ദൈവമാ. ആമേൻ. ഉടരാ ഷമാന വൈഡ റകൽക്കമാന. ഈ മെസ്സേജ് ഉണ്ടല്ലോ നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ പോകുക. സ്തോത്രം. ഈ മെസ്സേജ് ഉണ്ടല്ലോ നിങ്ങളുടെ കുടുംബത്തിന്റെ ചരിത്രം മാറ്റാൻ പോകുക. ആമേൻ. ഇവിടെ കാണുന്നു, സ്തോത്രം, അനന്തരം യഹോവ ചുഴലിക്കാറ്റിൽ ഇയ്യോബിനോട് ഉത്തരം അരുളി ചെയ്തത് എന്തെന്നാൽ, എന്താണ് ഉത്തരം എന്നറിയാമോ? നീ പുരുഷനെ പോലെ അരമുറുക്കിക്കൊള്ളുക. ആമേൻ. ഞാൻ നിന്നോട് ചോദിക്കും, നീ ഉത്തരം പറയുക. സ്തോത്രം. എന്നാന്നറിയാമോ? ദൈവം പറഞ്ഞ ഉത്തരം ഇയ്യോബിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം മാത്രമല്ല, യോബിനെ കൊണ്ടും കൂടെ ചില ഉത്തരങ്ങൾ പറയിപ്പിക്കുക. സ്തോത്രം. നിങ്ങൾ ചോദിച്ചില്ലേ എന്റെ പ്രശ്നങ്ങളുടെ പ്രതിവിധി എന്നാ? കഴിഞ്ഞ ദിവസം ഒരു സിസ്റ്റർ എന്നെ വിളിച്ചു കേട്ടോ. എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ എനിക്കൊരു സംശയമുണ്ട്, മറുപടി പറയണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞാട്ടെ. എന്നോട് ഒരു പ്രവാചകൻ ഒരു പ്രവചനം പറഞ്ഞു, ഡിസംബർ മാസം തീരുന്നതിന് മുന്നേ നിങ്ങൾക്കൊരു യാത്രയുണ്ട്. സ്തോത്രം. ദൈവം ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞിട്ട് പ്രവാചകൻ പറഞ്ഞു ഈ വ്യക്തിയുമായിട്ട് ഒരു കണക്ഷൻ തരുമെന്ന്. പക്ഷെ പാസ്റ്റർ ഡിസംബറും കഴിഞ്ഞു, ജനുവരിയും കഴിഞ്ഞു, ഫെബ്രുവരിയും കഴിഞ്ഞു, ഒന്നും നടന്നിട്ടില്ല. ഒന്നും നടന്നിട്ടില്ല. അത് മാത്രമല്ല പാസ്റ്റർ, ബാക്കി 2 പ്രവാചകന്മാർ ഇതുപോലത്തെ ദൂത് പറഞ്ഞു, ഒന്നും നടക്കേണ്ട കാരണം ഒന്ന് പറയാവോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ ചോദിച്ചു, പറഞ്ഞ പ്രവാചകൻ ആരാണെന്ന് ചോദിച്ചു. അവരൊരു പ്രവാചകന്റെ പേര് ഞാനിവിടെ പറയുന്നില്ല, കാരണം സ്തോത്രം മറ്റുള്ള പേര് പറയാതിരിക്കാനാ. ഞാൻ അവരോട് ചോദിച്ചു, പ്രവാചകന്റെ പേര് പറ. അപ്പൊ അവർ പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എന്നോട് പലവട്ടം പ്രവചനം പറഞ്ഞ് അതുപോലെ നടന്നൊരു പ്രവാചകനാണ് ഇവരോടും പ്രവചനം പറഞ്ഞത്. സ്തോത്രം, സ്തോത്രം. പക്ഷെ അവരുടെ ജീവിതത്തിൽ അത് നടന്നില്ല. സ്തോത്രം. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുക, സ്തോത്രം, ഇയ്യോബേ നിന്റെ വിടുതലുകൾ വരാത്തതിന്റെ കാരണം നീ ചില ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയാത്തോണ്ടാ. സ്തോത്രം. ആദ്യം നിന്റെ അകത്ത് ഈ ചുഴലിക്കാറ്റ് വരുന്ന ദൈവത്തെ കുറിച്ചുള്ളൊരു ബോധം വേണം. ആമേൻ. എന്നെ വിടുവിക്കാൻ ശക്തനും, സ്തോത്രം, ലാസറിനെ കല്ലറിൽ നിന്ന് ഉയർപ്പിച്ചവനും, കൂനിയെ നിവർത്തിയവനും, വരണ്ട കൈയുള്ളവനെ സൗഖ്യമാക്കിയവനുമായ എന്റെ ദൈവം. കണ്ണുണ്ടെങ്കിലും കാണാത്ത, ചെവിയുണ്ടെങ്കിലും കേൾക്കാത്ത, വായുണ്ടെങ്കിലും സംസാരിക്കാത്ത ഊമ വിഗ്രഹത്തിന്റെ മുമ്പിലല്ല ഞാൻ വന്നത്, മറിച്ച് ജീവനുള്ളവന്റെ ഒരു ദേശത്തിൽ ജീവനുള്ളവനായി സ്തുതിക്കായെന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നതായിരിക്കുന്ന സർവശക്തന്റെ മുമ്പിലാണ് ഞാൻ വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഡിസംബർ മാസം ദൂത് നടക്കുമെന്ന് പറഞ്ഞാൽ നീ ചില മേഖലകളിൽ വിടുതൽ പ്രാപിക്കാൻ പോകുക. ദൈവാത്മാ ചില കുടുംബങ്ങളോട് ദൂത് പറയുക, നിന്റെ വിടുതലുകൾ തരുന്നത് മനുഷ്യന്റെ ശബ്ദമല്ല, ദൈവത്തിന്റെ ശബ്ദം. അത് കാദേശ് മരുവിനെ നടക്കുന്ന ശബ്ദം നിങ്ങൾ വെളിപ്പെടാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ജയമടിക്കുക, യേശുവിന്റെ നാമത്തിൽ ജയമടിക്കുക. ഉടരാ ഹസ്തര വൈഡ റകൽക്കമാന. ദൈവാത്മാവിന്റെ അസാധാരണമായിരിക്കുന്ന അഭിഷേകം ചില കുടുംബങ്ങളെ വ്യാപരിക്കുന്ന ആത്മാവിൽ കാണുക. ദൈവാത്മാവ് ഈ മീറ്റിംഗ് ദൈവാത്മാവിനെ ഹാൻഡ് ഓവർ ചെയ്യുക ഞാൻ. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ജയമടിക്കുക, യേശുവിന്റെ നാമത്തിൽ ജയമടിക്കുക. സ്തോത്രം. എന്നിട്ട് യോബിനോട് പറയുക, നീ ഒരു പുരുഷനെ പോലെ അരമുറുക്കിക്കോണം. എന്ന് വെച്ചാൽ
വഴി പോകുന്നവന്റെയും വരുന്നവന്റെയും നിന്ദാവാക്കുകളും പരിഹാസ വാക്കുകളും കേട്ട് തല കുനിക്കരുതെന്ന്. പുരുഷത്വം കാണിച്ചോണം. ഞാൻ സേവിക്കുന്ന ദൈവം എന്നെ കൈവിടത്തില്ല. ഇന്നെനിക്ക് കഷ്ടമാണെങ്കിലും, ഇന്നെനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിലും, ഇന്ന് ഞാൻ എന്റെ ജീവിതത്തിൽ പ്രതിസന്ധിയിലാണെങ്കിലും ഞാൻ പുരുഷനെ പോലെ എഴുന്നേക്കാൻ പോകുക. അതുകൊണ്ട് യോബേ, നീ നിന്റെ അരമുറുക്കിക്കോ. ഇനിയൊരു യാത്ര, ഇനിയൊരു യാത്ര നിന്നെ വെളിപ്പെടാൻ പോകുക. ദേവന്മാർ പറയുന്നു കേട്ടോ, ചില കുടുംബങ്ങളിൽ യാത്രകൾ വെളിപ്പെടാൻ പോകുക. ആമേൻ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. എന്നിട്ട് ഈ ദൈവം യോബിനോട് ചോദിക്കുക, എടോ, ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടത് ഞാനാ. നിന്റെ രോഗത്തെ സൗഖ്യമാക്കാനാണ് എനിക്ക് പറ്റാത്തത്. മനസ്സിലായില്ലല്ലേ? ആമേൻ. ആകാശത്തെ ഭൂമി സൃഷ്ടിച്ചവനായ എനിക്ക് നിന്റെ രോഗത്തെ സൗഖ്യമാക്കാൻ പറ്റത്തില്ലേ? ഞാൻ ആരാണെന്ന് നീ ആദ്യം മനസ്സിലാക്കണം. ഇന്ന് രാത്രി ദൈവാത്മ പറയുക, പെന്തക്കോസ്ത് വിശ്വാസി ആലയത്തിന്റെ അകത്തോട്ട് വന്നിട്ട് അതിവിശുദ്ധമായതിനോട് അമിതമായി അടുത്തത് കൊണ്ട് അതിനോടുള്ള ബഹുമാനം നമുക്ക് കുറഞ്ഞു പോയല്ലേ? മനസ്സിലായില്ല? അതിവിശുദ്ധമായതിനോട് അമിതമായി അടുത്തിട്ട് അതിനോടുള്ള ബഹുമാനം കുറഞ്ഞു പോയി അല്ലേ? എന്നാൽ ഞാൻ ആരാന്ന് നീ മനസ്സിലാക്കണം. ഞാൻ അഗ്നിജ്വാലക്കൊത്ത കണ്ണുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാ. ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടവൻ ഞാനാ. നിന്റെ വിഷയങ്ങൾക്ക് മറുപടി തരാൻ ഞാൻ ശക്തനാ. യേശുവിൻ നാമത്തിൽ ജയമെടുക്കുന്നു. ദൈവാത്മാവ് പറയുക കേട്ടോ, ചില മറുപടികൾക്ക് വേണ്ടി നീ തയ്യാറായിക്കോ. സ്തോത്രം. ചില മറുപടികൾക്ക് വേണ്ടി നീ തയ്യാറായിക്കോ. നിങ്ങളുടെ കുടുംബത്തിൽ ആ മറുപടികൾ വെളിപ്പെട്ട് വരാൻ പോകുക. സ്തോത്രം. യോബിനോട് ദൈവം പറഞ്ഞു, നിനക്ക് വിവേകമുണ്ടെങ്കിൽ നീ പ്രസ്താവിക്കണം. ഒന്ന്, നീ ഉത്തരം പറയണം. രണ്ട്, നീ മറ്റുള്ളവരോട് ഇത് പ്രസ്താവിക്കാൻ പോകുക. മനസ്സിലായില്ല? ആമേൻ, ആമേൻ. ദൈവത്തിന്റെ മറുപടികൾ വെളിപ്പെടുമ്പോൾ നീ സാക്ഷ്യം ഈ മീറ്റിംഗിൽ പ്രസ്താവിക്കും. എത്ര പേർ വിശ്വസിക്കുന്നു? ഈ മീറ്റിംഗിൽ നിങ്ങൾ പറയും, കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗിൽ ഞാൻ കടന്നു വന്നു, സൂപ്പർ നാച്ചുറലായി ദൈവം വഴി തുറന്നു. കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവത്തെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. നിങ്ങൾ ആവശ്യപ്പെട്ടാൽ എൻ്റെ നമ്പർ ഇതിൻ്റെ അകത്തുണ്ട്. സ്തോത്രം. കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് അറിയാതിരിക്കാം, ബിന്ദു ബിജുദാസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സഹോദരി നടത്തിയ ഒരു സൂം മീറ്റിംഗിൽ ഞാൻ പങ്കെടുത്തു. നിങ്ങൾക്ക് പലർക്കും അറിയാം. അജയ് ബ്രദർ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. സ്തോത്രം. ഒരു സാക്ഷി ഉണ്ടല്ലോ. അപ്പൊ ആ മീറ്റിംഗിൽ ഞാൻ പങ്കെടുത്തു. എന്നെ പ്രസംഗിക്കാൻ വേണ്ടി വിളിച്ചു. അപ്പോൾ ഒരു വെള്ളിയാഴ്ച, സ്തോത്രം, വൈകിട്ടായിരുന്നു മീറ്റിംഗ്. വൈകിട്ട് ഓസ്ട്രേലിയൻ ടൈം രാത്രി ഏകദേശം ഇതേപോലത്തെ ഇവിടെ രാത്രി 12:48 ഇന്ത്യൻ ടൈം 8:30 മണി ടൈമാണ് സമയം. അപ്പോൾ പരിശുദ്ധാത്മാവ് ഞാൻ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നൊരു വെളിപ്പാട് കാണിച്ചു. എന്നെ കാണിച്ച വെളിപ്പാട് ഇപ്രകാരമാണ്: ബോംബർ വിമാനങ്ങൾ, സ്തോത്രം, ആകാശത്തൂടെ പറക്കുന്നൊരു വെളിപ്പാട് ഞാൻ കണ്ടു. എന്നിട്ട് പരിശുദ്ധാത്മാവ് എന്നോട് പറയാൻ പറഞ്ഞു, യുദ്ധം നടക്കാൻ പോകുക. സ്തോത്രം. യുദ്ധം നടക്കാൻ പോകുന്നു. അതിന്റെ വീഡിയോ ആവശ്യം നിങ്ങൾ ചോദിച്ചോ, നിങ്ങൾക്ക് തരാം. സ്തോത്രം. യുദ്ധം നടക്കാൻ പോകുക. കൂടാതെ സ്തോത്രം, ഭരണമാറ്റങ്ങൾ സംഭവിക്കും. സ്തോത്രം. പല രാജ്യങ്ങളും ഭൂമിയിൽ നിന്ന് അസ്തമിക്കാൻ പോകുക. സ്തോത്രം. യുദ്ധശ്രുതികൾ നിങ്ങൾ കേൾക്കും. ദൈവാത്മാവ് ഇതെന്നോട് ശക്തമായി പറയുകയും ഞാൻ ആ സമയത്ത് അത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മീറ്റിംഗ് കഴിഞ്ഞു. അന്ന് രാത്രി സുഖമായി കിടന്നുറങ്ങി. അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റു. അന്ന് വൈകിട്ടും അടുത്തൊരു മീറ്റിംഗാ. ആ മീറ്റിങ്ങിന് വേണ്ടി പങ്കെടുക്കാൻ എല്ലാ സംഭവങ്ങളും റെഡിയാക്കുമ്പോൾ ഷാർജയിൽ നിന്നൊരു സഹോദരി എനിക്കൊരു മെസ്സേജ് ചെയ്തു. അവർ പറഞ്ഞ മെസ്സേജ് ഇപ്രകാരമായിരുന്നു: എൻ്റെ തലയ്ക്ക് മുകളിൽ കൂടെ ബോംബർ വിമാനങ്ങൾ കുതിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. 8 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം രാത്രി 8:30 ഇന്ത്യൻ ടൈം 8:30 മണിക്ക് ദൈവാത്മാ വെളിപ്പെടുത്തിയത്. അടുത്ത ദിവസം 11:30 മണിയായപ്പോൾ എനിക്ക് വൈകിട്ട് ഇവിടെ ഓസ്ട്രേലിയൻ ടൈം ആയ സമയത്ത് എനിക്കൊരു മെസ്സേജ് വന്നു. സ്തോത്രം. ബോംബർ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഇന്നലെ നീ പറഞ്ഞ ദൂതാ. സ്തോത്രം. അത് ഞാൻ എന്നാ ചെയ്യുന്ന കട്ടിന് ഫേസ്ബുക്കിൽ ഇട്ടു. ആമേൻ. 31,000-ലധികം ആളുകൾ അത് കാണുകയും നാട്ടിലുള്ള പല ആളുകളും പരസ്യമായിട്ട് എന്നെ വന്ന് തെറിയും വിളിച്ചു. എന്നാന്നറിയാമോ? എടാ, ഏത് പരിശുദ്ധാത്മാവാടാ നിന്നോട് സംസാരിച്ചതെന്ന്. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, യേശുവിന്റെ വരവെടുത്തിരിക്കുക. യോബേ, ഞാൻ ആരാന്ന് നീ മനസ്സിലാക്കണം. എന്നാന്നറിയാമോ? ഞാൻ അത്ഭുതങ്ങളെ വഹിക്കുന്ന ദൈവമാ. ദൈവം തന്റെ പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്താതെ ഭൂമിയിൽ ഒരു കാര്യവും ചെയ്യത്തില്ല. ഇന്ന് രാത്രി ദൈവാത്മാവ് ദൂത് പറയുക, ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി വെളിപ്പെടുമ്പോൾ സ്തോത്രം, ഈ മനസ്സിലാക്കും ഞാൻ സർവശക്തനായ ദൈവമെന്ന്. ദൈവാത്മാവ് അരുളപ്പാട് പറയുക, എന്റെ കരം നിന്റെ കുടുംബത്തിൽ വെളിപ്പെടുമ്പോൾ നീ തിരിച്ചറിയും, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവം, നിന്റെ തലമുറകളെ വിടുവിക്കുന്ന ദൈവം, നിന്റെ സാമ്പത്തിക കടഭാരങ്ങളെ മാറ്റുന്ന ദൈവം.
ഉദല ഹസ്തര വൈഡ അരകൽക്കമാന. ചില നമ്മൾ പറയും, കർത്താവേ ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് എനിക്ക് വിടുതൽ കിട്ടാത്തേ. ദൈവാത്മ പറയുക, ഓ ഇയ്യോബേ, നീ ഒരു ഉത്തരം പറയാൻ തയ്യാറായാൽ അന്ന് തുടങ്ങും നിന്റെ വിടുതൽ. ആമേൻ. നിന്റെ വായിൽ നിന്ന് ഞാൻ ആരാന്നുള്ള ഉത്തരം നീ പറയണം. രണ്ട്, നീ അത് പ്രസ്താവിക്കണം. അത് നീ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇതാ നിന്റെ വിടുതൽ നിന്റെ അടുത്ത് വന്ന് കിടക്കുക. സ്തോത്രം. താഴോട്ട് വരാം. ഇയ്യോബിന്റെ പുസ്തകം 41 അധ്യായം 26 വാക്യവും 27 വാക്യവും ഒന്ന് വായിക്കാവോ? വാൾ കൊണ്ട് അതിനെ എതിർക്കുന്നത് അസാധ്യം. കുന്തം, അസ്ത്രം, വേൽ എന്നിവ കൊണ്ടും ആവതില്ല. ഇരുമ്പിനെ അത് വൈക്കോൽ പോലെയും താമ്രത്തെ ദ്രവിച്ച് മരം പോലെയും വിചാരിക്കുന്നു. ഇനി ഇയ്യോബിന്റെ 1, 2 കൂടി ചേർത്ത് വായിക്കാമോ സിസ്റ്റർ? 41, 1, 2. അതിന്റെ മഹാനക്രത്തെ ചൂണ്ടിലിട്ട് പിടിക്കാം. അതിന്റെ നാക്ക് കയറുകൊണ്ട് അമർത്താമോ? അതിന്റെ മൂക്കിൽ കയറ് കോർക്കാമോ? അതിന്റെ അണയിൽ മതി സിസ്റ്റർ. ഈ വാക്യം ഞാൻ വായിച്ചപ്പോൾ സ്തോത്രം കുറച്ച് കഷ്ടപ്പെടേണ്ട വന്നു, കാര്യങ്ങളൊക്കെ ഒന്ന് ആത്മാവിൽ ഗ്രഹിക്കേണ്ടതിന്. ഇയ്യോബിനോട് ദൈവം ചോദിച്ച അടുത്ത ചോദ്യം നമ്മൾ 38 നേരെ വായിച്ചത്. 41 വാക്യം 1 വാക്യത്തിൽ യഹോവയെ ദൈവം ഇയ്യോബിനോട് ചോദിച്ചു, മഹാനക്രത്തെ നിനക്ക് ചൂണ്ടലിട്ട് പിടിക്കാവോ? അതിന്റെ നാവ് കയറ് കൊണ്ട് അമർത്താവോ? വല്ല ഷാർക്കിനെയോ ഒക്ടോപ്പസിനെയോ ചൂണ്ടലിട്ട് പിടിക്കാവോ എന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാകും, നമ്മളിത് കണ്ടിട്ടുണ്ടല്ലേ. ഇനി നീലത്തിമിംഗലം വെയിൽസിനെയോ സ്തോത്രം ഇനി കടലിന്റെ അകത്തുള്ള ഏതെങ്കിലും മറ്റു മത്സ്യങ്ങളുടെ പേര് പറഞ്ഞിട്ട് അതിനെ പിടിക്കാമോ എന്ന് ഇയ്യോബിനോട് ചോദിച്ചാൽ ഇയ്യോബ് ദൈവത്തിന് വഴി പറഞ്ഞു കൊടുക്കും. ഇന്ന സാധനം കൊണ്ടുപോയാൽ അതിനെ പിടിക്കാമെന്ന്. പക്ഷേ ദൈവം ചോദിച്ചത് ഇതൊന്നുമല്ല, മഹാനക്രത്തെ നിനക്ക് ചൂണ്ടലിട്ട് പിടിക്കാവോ? ഇതെന്നാ ഈ മഹാനക്രം? സ്തോത്രം. മനസ്സിലായില്ല? സത്യത്തിൽ മഹാനക്രത്തിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാ ലിവ്യാദാൻ. നിങ്ങൾ കേട്ടിരിക്കും, ലിവ്യാദാൻ. അങ്ങനെ ഒരു സാധനത്തെ ഈ ഭൂമിയിൽ ആരും ഇതുവരെ കണ്ടിട്ടില്ല. എന്ന് വെച്ചാൽ സിംബോളിക് സീ മോൺസ്റ്റർ. അങ്ങനെ ഒരു മോൺസ്റ്ററിനെ ലോകത്തിൽ ആരും കണ്ടിട്ടില്ല. യഹോവയായ ദൈവം വന്ന് ഇയ്യോബിനോട് ചോദിക്കുക, എടോ കടലിന്റെ അകത്തൊരു മോൺസ്റ്റർ ഉണ്ട്, ഒരു ലിവ്യാദാനുണ്ട്, അതിനെ നിനക്ക് ചൂണ്ടലിട്ട് പിടിക്കാവോ? ഞാൻ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തു. ചില മണിക്കൂറുകൾ ദൈവത്തിന്റെ സന്നിധി ഇരുന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം കടലിന്റെ അഗാധതയ്ക്കകത്ത് ഒളിഞ്ഞു കിടക്കുന്ന ചില മഹാനക്രങ്ങളുണ്ട്. മനുഷ്യർക്ക് ഇന്നുവരെ കണ്ടുപിടിക്കാൻ പറ്റാത്ത ആഴഗൂപത്തിന്റെ അകത്ത് ഒളിഞ്ഞിരിക്കുന്ന ചില മർമ്മങ്ങളുണ്ട്. ഇയ്യോബേ, ഈ മഹാനക്രത്തെ നീ തകർക്കാൻ തയ്യാറായാൽ മാത്രമേ, ലിവ്യാദാനെ തകർക്കാൻ തയ്യാറായാൽ മാത്രമേ നിന്റെ ശരീരത്തെ ബന്ധിച്ചിരിക്കുന്ന രോഗങ്ങൾ നിന്നെ വിട്ട് മാറത്തുള്ളൂ. ദൈവാത്മാവിനോട് ഇത് പറഞ്ഞപ്പോൾ ആത്മാവിൽ ഞാൻ നിറയുവാനിടയായി തീർന്നു. എന്നിട്ട് സ്തോത്രം, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അതെന്നാ ഇത്രയും കാലമായിട്ട് ശാസ്ത്രം ഇതൊന്നും കണ്ടുപിടിക്കാത്തത്? നിങ്ങൾ കേട്ടോ, 2026 ആയിട്ടും ശാസ്ത്രം കടലിന്റെ 70% പോലും കണ്ടുപിടിച്ചിട്ടില്ല. സ്തോത്രം. എന്ന് വെച്ചാൽ ഈ ഭൂമിയുടെ 70% വെള്ളവും ബാക്കി 30% മാത്രമേ കരയുള്ളൂ. അതിന്റെ 90% വരെ ആഴക്കടലുകൾ, ഡീപ് സീ. ഇതിന്റെ അകത്തുള്ളതൊന്നും ശാസ്ത്രത്തിന് കണ്ടുപിടിക്കാൻ ഒക്കത്തില്ല. കാരണം അകത്തോട്ട് പോകുന്നതിന് മർദ്ദം വന്ന് സ്തോത്രം മനുഷ്യന് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. ആ കടലിന്റെ ആഴത്തിലോട്ട് പോകാൻ മനുഷ്യനെ കൊണ്ട് പറ്റത്തില്ല. ഇയ്യോബിനോട് ചോദിച്ചു, ഇയ്യോബേ, നീ പറഞ്ഞില്ലേ എന്റെ രോഗത്തെ സൗഖ്യമാക്കാൻ പറ്റാത്തവനാണ് ദൈവമെന്ന്. എന്നാൽ ഞാൻ സൃഷ്ടിച്ചൊരു മഹാനക്രമുണ്ട്. ആ മഹാനക്രത്തെ ചൂണ്ടലിട്ട് പിടിക്കുന്ന അഭിഷേകം എന്ന് നിന്നിൽ വ്യാപരിക്കുമോ, അപ്പോൾ നിന്നിൽ ദൈവിക അനുഗ്രഹങ്ങൾ വെളിപ്പെടും. സ്തോത്രം. മനസ്സിലായില്ലല്ലേ? ഞാൻ കുറച്ച് ആഴമായിട്ടാണ് പ്രസംഗിക്കുന്നത്. നമ്മൾ അറിയാത്ത ചില മണ്ഡലങ്ങൾ ഉണ്ടെന്നേ, നമ്മൾ അറിയാത്ത ചില മേഖലകൾ ഉണ്ടെന്നേ. എത്ര പ്രാർത്ഥിച്ചിട്ടും നിനക്ക് വിടുതല കിട്ടാത്ത ശാപത്തിന്റെ കെട്ടുകൾ, മരണത്തിന്റെ ശക്തികൾ, അകത്തളങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ആഴമേറിയ കടലിന്റെ അകത്ത് ഒളിഞ്ഞിരിക്കുന്ന സർപ്പശക്തികൾ യേശുവിൻ നാമത്തിൽ വെട്ടപ്പെടുമ്പോൾ നിന്നിൽ വിടുതൽ വ്യാപരിക്കും. ഊടല ഷമാന വൈഡ അരകൽക്കമാന. ഒരിക്കൽ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു,
സ്തോത്രം, സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് കണ്ടു. അങ്ങനെയാണെങ്കിൽ നമ്മൾ കാണാത്ത എന്തൊക്കെയോ ആകാശ മണ്ഡലത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ദാനിയേലിനോട് ദൈവം പറഞ്ഞു, ഏറ്റവും പ്രിയ പുരുഷനെ, നിന്റെ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ തന്നെ ഞാൻ മറുപടി അയച്ചതാ, പക്ഷെ പാർസി രാജ്യത്തിന്റെ പ്രഭു തടത്തുന്നു. അങ്ങനെയാണെങ്കിൽ നിന്റെ പ്രാർത്ഥനയെ തടയുന്ന ലിവ്യാദാനുണ്ട്, നിന്റെ പ്രാർത്ഥനയെ തടയുന്ന പാർസി രാജ്യത്തിന്റെ പ്രഭുക്കന്മാരുണ്ട്. ഇന്ന് രാത്രി നീ ആത്മാവിൽ ഉണരാൻ തയ്യാറാണെങ്കിൽ, ആത്മാവിൽ ആരാധിക്കാൻ തയ്യാറാണെങ്കിൽ, ഇതിനെല്ലാം നമ്മൾ വെട്ടിക്കേറാൻ പോകുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവാത്മാ ചിലരുടെ ദൂത് പറയുക, ഇതിനൊക്കെ വെട്ടിക്കേറുന്ന അഭിഷേകം, നിന്നെ തടയുന്ന പൈശാചിക മണ്ഡലങ്ങൾ, ഓ ലാസറേ പുറത്തു വരിക. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ജയമടിക്കുക, യേശുവിന്റെ നാമത്തിൽ ജയമടിക്കുക. ചില കുടുംബങ്ങൾക്കകത്ത് ആരാധന വെളിപ്പെടട്ടെ. ഉടബല ബലബല ശന്തല വൈഡ റകൽക്കമാൻ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില കുടുംബങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് ടച്ച് ചെയ്യുക. സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഈ വചനം പല രീതിയിൽ പ്രസംഗിക്കാം, ബുദ്ധി കൊണ്ട് പ്രസംഗിക്കാം. ഞാൻ ഈ പറയുന്നോണ്ട് ക്ഷമിക്കണം കേട്ടോ. നമ്മുടെ ബഹുമാനപ്പെട്ട സ്തോത്രം നേതാവ് VD സതീശൻ സാർ നന്നായിട്ട് ബൈബിൾ പ്രസംഗിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അന്തം വിട്ടു. പക്ഷെ ആത്മാവിൽ പറയണമെന്നുണ്ടെങ്കിൽ വെളിപ്പാട് വേണം, വേണ്ടേ? നമ്മുടെ മരിച്ചു പോയിരിക്കുന്ന കരുണാകരൻ അവർകൾ എന്ത് നന്നായിട്ട് ബൈബിൾ പറയുന്ന അറിയാവോ? സ്തോത്രം. മനസ്സിലായില്ല? അപ്പോൾ ആത്മമണ്ഡലത്തിൽ ചലിക്കാനാ പാട്, അല്ലേ? ആത്മമണ്ഡലത്തിൽ ചലിക്കുമ്പോൾ ബുദ്ധിമണ്ഡലത്തിൽ ഇതൊന്നും മനസ്സിലാകത്തില്ല. സ്തോത്രം. ലാസറിന്റെ കല്ലറയുടെ മുന്നിൽ പോയിട്ട് യേശു ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ ആളുകൾ വായിക്കകത്ത് കയ്യും വെച്ച് തിരിച്ചു. കാരണം റേഷൻ കാർഡിൽ നിന്ന് പേര് വെട്ടിയതാ, ആധാർ കാർഡിൽ നിന്ന് പേര് വെട്ടിയതാ, ഇനി ഒരിക്കലും മടങ്ങി വരത്തില്ലെന്ന് ബുദ്ധിമണ്ഡലം പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ചില മോൺസ്റ്ററുകളെ, ചില പാർസി രാജ്യത്തിന്റെ പ്രഭുക്കളെ, ചില സാത്താന്യ മണ്ഡലങ്ങളെ ആത്മാവിൽ ഞാൻ കാണുകയാ. ഇന്ന് രാത്രി ഞാനിത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചില കുടുംബങ്ങളുടെ മുകളിൽ നിന്നും ഇരുട്ടിന്റെ ശക്തികൾ, പൈശാചിക മണ്ഡലങ്ങൾ വേർപെട്ടു പോകുന്നത് ഞാൻ കാണുകയാ. ഓ യേശുവിൻ നാമത്തിൽ ജയമടിക്ക്. ആത്മാവിൽ ചലിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പരിശുദ്ധന്മാരുടെ പ്രവർത്തനങ്ങളെ എതിർക്കുന്നവർക്ക് വെളിപ്പാട് പുസ്തകം ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. വെളിപ്പാട് പുസ്തകം, പിന്നെ അവർ ചർച്ച വരത്തില്ല. ആമേൻ. മനസ്സിലായില്ല? പരിശുദ്ധന്മാരുടെ പ്രവർത്തനങ്ങൾ എതിർക്കുന്നവരോട് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം തൊട്ട് അവസാനം വരെ വായിച്ചാൽ മതി. എന്നാ എന്തെല്ലാം പറഞ്ഞേ? അഗ്നിജ്വാലക്കത്ത് കണ്ണുള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, സ്തോത്രം, തലയും തലമുടിയും വെളുത്ത, ഇതൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിശദീകരിച്ച് പറയുമ്പോൾ അതിൻ്റെ അകത്ത് യോഹന്നാൻ പത്മോസ് ദ്വീപിൽ കണ്ട വെളിപ്പാടുകളൊന്നും ഇന്നും ഒരു ആളുകൾക്ക് മനസ്സിലാകാൻ പറ്റാത്ത ആഴങ്ങളാ. ഓ ഇന്ന് രാത്രി ദൈവാത്മാ പറയുക കേട്ടോ. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകത്തിൽ പാമ്പ് സംസാരിച്ചെന്ന്, പുതിയ നിയമം മത്തായി സുവിശേഷത്തിൽ പുരുഷനർത്ഥം മറിയോ പ്രസവിച്ചെന്ന്. മനസ്സിലായില്ലല്ലേ? സ്തോത്രം. ഇതൊന്നും പറഞ്ഞാൽ ആത്മാവില്ലാത്തവനൊന്നും മനസ്സിലാകത്തില്ല. പക്ഷെ അകത്തളത്തിൽ തീ കത്തുന്നവൻ അറിയാം, ഇതിന്റെ അകത്തിൽ ഒരു മർമ്മം മറിഞ്ഞിരിപ്പുണ്ട്. എന്റെ യേശു വരാറായി. അതിന് മുന്നമേ നിന്റെ ജീവിതത്തെ ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങളെ വെട്ടിമാറ്റി, ഓ പുരുഷനെ പോലെ ഇയ്യോബേ നിന്റെ അരമുറുക്കുക. ഓ റിബലബല ശംദല വൈഡകൽ കമാന. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവാത്മാവിത ചില കുടുംബങ്ങളോട് സംസാരിക്കുന്നു. ചിലരുടെ ജീവിതത്തിൽ വിസാ സംബന്ധമായിട്ടുള്ള ചില ബ്ലോക്കുകൾ മാറാൻ പോകുകയാണ്. ആമേൻ. മനസ്സിലായില്ല? വിസാ സംബന്ധമായി ദൈവത്തിന്റെ ആത്മാവ് പലവട്ടം പറഞ്ഞിട്ടും നിനക്കൊരു മേഖലയിലോട്ട് കയറിപ്പോകാൻ ഒക്കുന്നില്ലെങ്കിൽ ഇന്ന് രാത്രി ദൈവം അതിന് വെട്ടാൻ പോകുകയാണ്. സ്തോത്രം. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മതി കേട്ടോ. ആത്മാവിൽ ചലിക്കുന്നുണ്ടെങ്കിൽ മതി കേട്ടോ. സ്തോത്രം. ഇന്ന് പാൽക്കാൽ നിന്റെ വിടുതൽ നീ ഏറ്റെടുത്തോണം. ഓ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ഒരുപാട് ആരാധിച്ചതാ, ഒരുപാട് പ്രാർത്ഥിച്ചതാ, അതിന് നന്മ ഞാനിന്ന് അനുഭവിക്കുക. പരിശുദ്ധ ദൂത് പറയുന്നത് കേട്ടോ. ഇന്ന് രാത്രി ചിലതിന്റെ വിസയുടെ സ്റ്റാറ്റസ് മാറാൻ പോകുക. ഓ ചിലതിന്റെ ഭാവി സംബന്ധമായിട്ടുള്ള കുരുക്കുകൾ, നഴ്സിംഗ് ജോലിയോട് ബന്ധപ്പെട്ട് ദൈവാത്മാവ് ചിലതിന് വാതിൽ തുറക്കാൻ പോകുക. അടൽക്കമാന വൈഡ റകൽക്കമാൻ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്ന ദൈവത്തിന്റെ വൈതലേ, നാം തോറ്റവന്റെ മക്കളല്ല, ജയിച്ചവന്റെ മക്കളാ. ക്രൂശിൽ കിടക്കുന്ന യേശുവിനെ നോക്കി പരിഹസിച്ചവരോ നോക്കി യേശു പറഞ്ഞു, എല്ലാം നിവർത്തിയായി. ഓ ഇനി ഉയർപ്പാണ്, ഉയർപ്പാണ്. ചിലതിന് ഉയർപ്പിന്റെ സമയമായി. നിന്റെ കഷ്ടതകളുടെ നിവൃത്തിയായി കേട്ടോ. നിന്റെ വേദനകൾ നിവൃത്തിയായി കേട്ടോ. ഇനി ഉയർപ്പിന് വേണ്ടി നീ റെഡി ആയിക്കോ. അമേൻ, അമേൻ. സ്തോത്രം. ഓ രാമന ശംദല വൈറ്റൽ കമാന അടൽ കമാന വൈഷമാന അടൽ കമാന. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. സ്തോത്രം. ഞാൻ ഇന്ത്യയിൽ കർണാടകയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, സ്തോത്രം,
കേരളത്തിൽ നിന്ന് ഞാൻ കർണാടകയിലോട്ട് ഒരു ഇന്റർവ്യൂവിന് വേണ്ടി വന്നു. ഇന്റർവ്യൂവിന്, സ്തോത്രം. അപ്പൊ ഇന്റർവ്യൂവിന് വേണ്ടി വന്നു. ആ ഇന്റർവ്യൂ പാസ്സായ 15,000 രൂപ സാലറി കിട്ടി. ഇപ്പോഴില്ല കേട്ടോ, ഒരു 10-14 വർഷം മുമ്പുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. 10-14,000 രൂപ സാലറി കിട്ടുന്ന ഒരു ജോലിയാണ്. അപ്പോൾ കർണാടകയിൽ ഞാൻ എന്നും ആരാധിക്കാൻ പോകുന്നൊരു ചർച്ചുണ്ട്. ചർച്ചിന്റെ പേരൊന്നും ഞാൻ പറയാം, ഭയങ്കര ഉണർവ് നടക്കുന്ന ഒരു സഭയാണ്. ആമേൻ. അപ്പൊ ഈ കഷ്ടകാലത്തിന് ഞാൻ ഇന്റർവ്യൂ പങ്കെടുക്കാൻ പോയി. അന്നാണ് ഒരു ഫാസ്റ്റ് പ്രയർ നടക്കുക. അപ്പൊ ചർച്ചിലെ സീനിയർ പാസ്റ്റർ പറഞ്ഞു, ഒരു പ്രവാചകൻ വരുന്നുണ്ട്, ഭയങ്കര ശക്തനായ പ്രവാചകനാ. ഇത് കേട്ടതോടുകൂടെ എൻ്റെ ഉള്ള ജീവനും പോയി. കാരണം ഇന്റർവ്യൂവിന് പോയിട്ട് ജോലി കിട്ടിയാ എന്നെ സംഭവിക്കുമെന്നറിയോ, പിന്നെ എനിക്ക് അന്ന് ജോലി കയറണം, പിന്നെ ഈ മീറ്റിങ്ങിന് പങ്കെടുക്കാൻ പറ്റത്തില്ലല്ലേ. ആമേൻ. അപ്പൊ ഞാൻ ആകെ ഭാരപ്പെട്ടു. എൻ്റെ കൂടെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേരും ഞാൻ പറയുന്നില്ല. ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഒരു ദൈവരാസം വരുന്നത്, നീ വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ അങ്കിളിൻ്റെ ബൈക്ക് ഞാൻ കടം വാങ്ങിച്ചേച്ച് വളരെ പെട്ടെന്ന് ഇന്റർവ്യൂവിന് പോകുമ്പോൾ എൻ്റെ മനസ്സ് മുഴുവൻ എവിടെയായിരുന്നു അറിയാവോ? സ്തോത്രം. ഉപവാസ പ്രാർത്ഥന നടക്കുന്ന ചർച്ചിലായിരുന്നു. പ്രവാചകൻ വരുന്നുണ്ട്. സ്തോത്രം. അങ്ങനെ ഇന്റർവ്യൂവിന് പോയി. എന്നെ ഇന്റർവ്യൂ എടുത്തൊരു മലയാളിയാ. ഒരു മലയാളിക്ക് ജോലി കൊടുക്കത്തില്ല. അദ്ദേഹം എന്നോട് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് പറഞ്ഞു, എനിക്ക് ജോലിയില്ല, പൊക്കോളാൻ പറഞ്ഞു. സ്തോത്രം. അങ്ങനെ ബൈക്കും എടുത്തിട്ട് തിരിച്ച്, എനിക്ക് സങ്കടമില്ലായിരുന്നു, കാരണം ജോലി പോയത് കൊണ്ട് ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കാലോ. അങ്ങനെ ഞാൻ എന്താക്കി, തിരിച്ചു വന്നു. ആ ദൈവരാസൻ എവിടെയാ താമസിക്കുന്നതെന്ന് അവിടുത്തെ പാസ്റ്ററോട് ചോദിച്ചു മനസ്സിലാക്കി ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കാൻ ചെന്നു. അപ്പൊ അദ്ദേഹം എന്നോടൊരു പ്രവചനം പറഞ്ഞു. ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറയുന്നു, ഈ ലോകത്തിന്റെ അങ്ങേ തലയിൽ ഒരു യൂറോപ്യൻ പോലുള്ള ഒരു കൺട്രിയിൽ ഞാൻ നിനക്ക് ഒരു ജോലി തരും. നീ അവിടുത്തെ പാസ്റ്ററാകും. ശ്രദ്ധിച്ചോണം കേട്ടോ, ശ്രദ്ധിച്ചോണം. നീ അവിടുത്തെ പാസ്റ്ററാകും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സ്തോത്രം, നീ ചിന്തിക്കാൻ പോലും പറ്റാത്ത സാലറിയിൽ ജോലി നീ കയറാൻ പോകുകയെന്ന് പറഞ്ഞു. ഞാനിത് കേട്ടിട്ട്, സ്തോത്രം, എനിക്ക് അന്യഭാഷയും വരുന്നില്ല. നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി പോകുമ്പോൾ നടക്കുന്ന കാര്യം പറയണം, നടക്കാത്ത കാര്യം പറയരുത്. ഇതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ലെന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടെ ദൈവദാസന്റെ പോക്കറ്റിൽ ഒരു 500 രൂപയും വെച്ചു കൊടുത്ത് ഞാൻ വീട്ടിലോട്ട് വന്നു. പക്ഷെ ഞാൻ റെക്കോർഡ് ചെയ്തായിരുന്നു കേട്ടോ. സ്തോത്രം. അങ്ങനെ ഞാൻ നാട്ടിലോട്ട് തിരിച്ചു വന്നു. എൻ്റെ കൂടെയുള്ള കൂട്ടുകാരനോടും ഇദ്ദേഹം പ്രവചനം പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരുടെ പാസ്പോർട്ട് റെഡിയാക്കാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രവചനത്തിന്റെ ചലനം തുടങ്ങി. സ്തോത്രം. ഒരു സുപ്രഭാതത്തിൽ ഒരു 10,000 രൂപയ്ക്ക് വേണ്ടി ബാംഗ്ലൂരിൽ ഇന്റർവ്യൂവിന് പോയി അത് മുടങ്ങിയപ്പോൾ, സ്തോത്രം, അതിനേക്കാൾ വലുത് തന്ന് ഓസ്ട്രേലിയൻ പട്ടണത്തിൽ ദൈവനെ കൊണ്ടുവന്നു. അപ്പോൾ ചോദിക്കും, നല്ല വലിയ കുടുംബത്തിലാണോ? എൻ്റെ അപ്പൻ്റെ കയ്യിൽ 5,000 രൂപ പോലും എനിക്ക് തരാനില്ലായിരുന്നു. ഫ്ലൈറ്റ് ടിക്കറ്റിന് പൈസ ഇല്ലാത്തത് കൊണ്ട് 25,000 രൂപ സ്തോത്രം കടം മേടിച്ചാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ഇങ്ങോട്ട് കയറി വന്നത്. ഇവിടെ എത്തിയപ്പോൾ നല്ല ജോലി കിട്ടി. അമേൻ, അമേൻ. ശുശ്രൂഷകളിൽ വർധനവ് തന്നു. ദൈവാത്മാവ് പറയുക, ഇതെല്ലാം കേൾക്കുന്നത് ചുമ്മാ അതല്ല. ഇയ്യോബേ, നീ നിന്റെ അര മുറുക്കിക്കോണം. അമേൻ. യേശുവിൻ നാമത്തിൽ നിന്റെ അര മുറുക്കിക്കോ. നീ ചിലതെല്ലാം പ്രസ്താവിക്കാൻ പോകുക. ദൈവാത്മാവ് ചില കുടുംബങ്ങളോട് പറയുന്നു, ചിലരുടെ വിവാഹ മേഖലകൾക്കകത്ത് നടക്കത്തില്ലെന്ന് പറയുന്ന മേഖലയിൽ ദൈവത്തിന്റെ ആത്മാവ് അര മുറുക്കിക്കോ. നിന്റെ ഭാവിയുടെ വാതിൽ തുറക്കാൻ പോകുക. അടൽക്കമാന വൈഷമ. കാരണം ഞാൻ സേവിക്കേണ്ട ദൈവം ഉണ്ടല്ലോ, അവൻ സർവശക്തനാ. അവൻ നിന്നെ വിടിവിക്കാൻ തുടങ്ങിയാൽ അതിനെ തടയുവാൻ ഒരു രാജ്യത്തിന് പറ്റത്തില്ല. അഡൽ ഖമാന, റമൻ ഖമാന, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. എൻ്റെ കൂടെയുള്ള കൂട്ടുകാരൻ, സ്തോത്രം, ഇറ്റലിയിലെത്തി കേട്ടോ. അവൻ ചുമ്മാ വന്നപ്പോൾ അവനെ പിടിച്ച് കയറ്റിയതാണ് ഞാൻ. അവൻ ചുമ്മാ ജിമ്മിന് പോകാൻ പോകുകയായിരുന്നു. ഞാൻ പറഞ്ഞു, ജിമ്മിനൊന്നും പോണ്ട, പ്രവാചകൻ വന്നിട്ടുണ്ട്. അവൻ ഇറ്റലിയിലെത്തി. ഇപ്പൊ അവൻ പറയും, എല്ലാ മാസം 1.5 ലക്ഷം രൂപ വെച്ച് ഞാൻ നാട്ടിലോട്ട് അയക്കുന്നുണ്ടെന്ന്. അവനത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ദൈവാത്മ പറയുക, ദൈവം നിങ്ങൾ വന്നിരിക്കുന്ന സ്ഥലം അഭിഷേകമുള്ള ഇടമാണെങ്കിൽ, നിങ്ങൾ വന്നത് ദൈവ സാന്നിധ്യത്തിലാണെങ്കിൽ നിന്റെ കടഭാരങ്ങളെ മാറ്റാൻ ദൈവം ശക്തനാ. യേശുവിന്റെ നാമത്തിൽ ദൈവാത്മാ ചില കുടുംബങ്ങളോട് ദൂത് പറയുക, നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, സ്തോത്രം, ഇയ്യോബേ, ഞാൻ നിന്നെ കൊണ്ട് ഉത്തരം അറിയിക്കാൻ പോകുക. പരിശുദ്ധന്മാവ് ഇന്ന് രാത്രിക്കാലം ചില അവിശ്വസിക്കുന്ന ഹൃദയങ്ങളോട് സംസാരിക്കുന്നു. നീ എന്നെ വിശ്വസിക്കാൻ തയ്യാറാകുക. എന്റെ പ്രവൃത്തി നിന്റെ കുടുംബത്തിൽ വെളിപ്പെട്ട് വരാൻ പോകുക. സ്തോത്രം. യേശുവിൻ നാമത്തിൽ ജയമെടുക്കുന്നു. അടുത്തത്, ഇയ്യോബേ, ഈ മഹാനക്രം എന്നുള്ളതുണ്ടല്ലോ, സ്തോത്രം, അതൊരു സംഭവമാ. നിന്റെ ഇയ്യോബ് വളരെ വലിയ കാര്യത്തോടെ പറയുന്നൊരു കാര്യമുണ്ട്. എനിക്ക് 1000കണക്കിന് ഒട്ടകങ്ങളുണ്ട്, 1000കണക്കിന് കാളകളുണ്ട്, ആടുകളുണ്ട്. ആ ദേശത്തെ സമ്പന്നനാണ് ഞാൻ.
സ്തോത്രം. അതുകൊണ്ട് എനിക്കെല്ലാം പറ്റുമെന്നൊരു ഭാവം യോബിനുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ടല്ലേ ദൈവം പറഞ്ഞത്, മോനെ നിന്റെ കയ്യിലുള്ളതൊന്നും കൊണ്ടും പറ്റാത്ത അപ്പുറത്തുള്ള ചില മണ്ഡലങ്ങൾക്കകത്ത് ചിലതെല്ലാം ഉണ്ടെന്നുള്ളത് നീ തിരിച്ചറിയുക. മഹാനക്രത്തെ സ്തോത്രം, നീ ഏതൊക്കെ മീനിനെ ചൂണ്ടലിട്ട് പിടിച്ചാലും ഒരു ശാസ്ത്രത്തിന് കടന്നു ചെല്ലാൻ പറ്റാത്ത അഗാധതകൾക്കകത്ത് ചില കാര്യങ്ങളുണ്ട്. സ്തോത്രം. ഈ ബർമുഡ ട്രയാങ്കിൾ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. അതിന്റെ മുകളിൽ കൂടെ സ്തോത്രം എന്തെങ്കിലും ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് അതിനെ താഴോട്ടേക്ക് അതിന്റെ അകത്തൂടെ പോയതൊന്നും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല കേട്ടോ. നാം കാണാത്ത പ്രകൃതി സത്യങ്ങൾ, പ്രപഞ്ച സത്യങ്ങളുണ്ട്. അതൊക്കെയും ഉണ്ടാക്കിയവനായിരിക്കുന്ന സർവശക്തൻ പറയുക, ഇയ്യോബേ സ്തോത്രം, നീ അരമുറുക്കിക്കോ, ഞാൻ നിന്നെ പുതിയ മണ്ഡലങ്ങളിലോട്ട് കയറ്റാൻ പോകുകയാ. താഴോട്ട് വരുമ്പോൾ ദൈവം പറയുകയാണ്, സ്തോത്രം, നീ മഹാനക്രത്തെ ചൂണ്ടലിട്ട് പിടിക്കാമോ, അതിന്റെ നാക്ക് കയറ് കൊണ്ട് അമർത്താമോ, അതിന്റെ മൂക്കിൽ കയറ് കോർക്കാമോ, അതിന്റെ അണയിൽ കൊളുത്തു കടത്താമോ? എന്നാ ഇതിന്റെ അർത്ഥം? നമുക്ക് വായിക്കാം. സ്തോത്രം, നമുക്കൊരു വാക്യം വായിക്കാം. ആദ്യത്തെ ചോദ്യം, ചൂണ്ടയിട്ട് പിടിക്കാമോ? ഹെസ്കേൽ പ്രവചനം 29 അധ്യായം 3 വാക്യവും 4 വാക്യവും ഒരാൾ വായിച്ചാട്ടെ. ഹെസ്കേൽ പ്രവചനം 29 അധ്യായം 3 വാക്യവും 4 വാക്യവും. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, മിസ്രൈമി രാജാവായ ഫറവോനെ, തന്റെ നദികളുടെ നടുവിൽ കിടന്ന്, ഈ നദി എനിക്കുള്ളതാകുന്നു, ഞാൻ അതിനെ എനിക്കായിട്ടുണ്ടാക്കിയിരിക്കുന്നു എന്ന് പറയുന്ന മഹാനക്രമേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്റെ ചെകിളയിൽ ചൂണ്ടൽ കൊളുത്തി നിന്റെ നദികളിലെ മത്സ്യങ്ങളെ നിന്റെ ചെതുമ്പലിൽ പറ്റുമാറാക്കി നിന്നെ നിന്റെ നദികളുടെ നടുവിൽ നിന്ന് വലിച്ചു കയറ്റും. ആമേൻ. മതി സിസ്റ്റർ, താങ്ക് യു. സ്തോത്രം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു, യെഹെസ്കേൽ പ്രവചനം 29 അധ്യായത്തിൽ യെഹെസ്കേൽ പ്രവാചകൻ സ്തോത്രം ഇപ്രകാരം പറയുകയാണ്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, മിസ്രയീം രാജാവായ ഫറവോനെ, തന്റെ നദികളുടെ നടുവിൽ കിടന്ന്, ഈ നദി എനിക്കുള്ളതായിരിക്കുന്നു, ഞാൻ അതിനെ എനിക്കായി എന്ന് പറയുന്ന മഹാനക്രമേ. സ്തോത്രം. യോബിനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞൊരു ചോദ്യം എന്താണെന്നറിയാമോ? മഹാനക്രത്തെ നിനക്ക് ചൂണ്ടലിട്ട് പിടിക്കാമോ? ആരാണ് ഈ മഹാനക്രം? ആമേൻ. സിംബോളിക് വേഷനിൽ സാദൃശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് യോബിനോട് മഹാനക്രത്തെ ദൈവം പറയുമ്പോൾ, ഇതാ ഇവിടെ ദൈവജനത്തിന്റെ നന്മയെ തടയുന്ന മഹാനക്രം ആരാന്നറിയാമോ? അത് ഫറവോന്യ ശക്തിയാ. മനസ്സിലായവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. എന്താണ് ഫറവോന്യ ശക്തി? നിന്റെ ജോലിയിൽ നിന്നെ അടിമയാക്കുവാൻ, നിന്റെ ഭവനത്തിൽ നിന്നെ അടിമയാക്കുവാൻ, കുടുംബജീവനത്തിൽ അടിമത്തമിട്ട്, മക്കളുടെ വിദ്യാഭ്യാസത്തിൽ അടിമത്തമിട്ട്, കടഭാരത്തിൽ അടിമത്തമിട്ട് വെല്ലുവിളിക്കുന്ന ഫറവോന്യ മഹാനക്രമേ, ഞാൻ നിനക്ക് വിരോധം. മനസ്സിലായില്ലല്ലേ? ഇന്ന് പകൽക്കാലം ആരുടെയൊക്കെ ദൈവാത്മാവ് സംസാരിക്കുക, നിന്റെ അടിമത്തം അവസാനിക്കാൻ പോകുക. ഞാനിതാ നിന്റെ നന്മയെ തടയുന്ന മഹാനക്രങ്ങളെ ചൂണ്ടലിട്ട് പിടിക്കുമെന്ന്. എപ്പോഴാണ് നമ്മുടെ വിടുതൽ ആരംഭിക്കുന്നതെന്ന് അറിയാമോ? ചില മഹാനക്രങ്ങൾ തകർക്കുപോയ. എന്നാ ഫറവോന്റെ പ്രശ്നം എന്നറിയാമോ? ഫറവോൻ പറഞ്ഞു, സ്തോത്രം, മിസ്രയീം രാജാവ് തന്റെ നദികൾ സ്തോത്രം എനിക്കുള്ളതാകുന്നു എന്ന് വെച്ചാൽ നൈൽ നദിയെല്ലാം എന്റെ കുടുംബ സ്വത്താണെന്ന് കരുതി വെച്ചിരിക്കുകയായിരുന്നു ഫറവോൻ. എന്നാൽ ഫറവോനോട് പറയാൻ എനിക്കൊരു കാര്യമുണ്ട്. ഫറവോനെ, നിന്റെ വകയുമല്ല, നിന്റെ അപ്പന്റെ വകയുമല്ല, അത് എന്റെ അപ്പന്റെ വകയാ. മനസ്സിലായില്ലല്ലേ? നിന്റെ വകയുമല്ല, നിന്റെ തന്തയുടെ വകയുമല്ല, അത് എന്റെ ദൈവത്തിന്റെ വകയാ. അത് നൈൽ നദിയുടെ മേൽ നീ വെച്ചിരിക്കുന്ന അധികാരങ്ങളെ യേശുവിന്റെ നാമത്തെ ക്യാൻസൽ ചെയ്യുക. നമ്മൾ അനുഭവിക്കേണ്ട നന്മകൾ, നമ്മൾ അനുഭവിക്കേണ്ട അനുഗ്രഹങ്ങൾ കണ്ട ജാതികൾ അനുഭവിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് വിളിച്ചു പറയുക, നിന്റെ കുടുംബത്തിലോട്ട് ചില മഹാനക്രങ്ങളെ തകർത്ത് ദൈവിക നന്മകൾ വെളിപ്പെടുത്താൻ പോകുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില വിഷയങ്ങൾക്കകത്ത് കുരുങ്ങിക്കിടക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, ഞാൻ ചില മഹാനക്രങ്ങൾക്ക് വിരോധമായിരിക്കുക. എന്തിനാണെന്നറിയാമോ? എന്റെ ജനത്തിന് വേണ്ട നന്മകൾ റിലീസ് ചെയ്യാൻ പോകുന്നു. 2026 ഏപ്രിൽ മാസത്തിലോട്ട് കയറുമ്പോൾ സ്തോത്രം, ഇനി പരാതിപ്പെട്ടി തുറക്കരുത് കേട്ടോ ഇയ്യോബേ. പുരുഷനെ പോലെ അരമുറുക്കിക്കോണം. 100 പേരുള്ള ചർച്ച് 1000 പേരെ വർദ്ധിക്കാൻ പോകുക. മനസ്സിലായില്ല? സ്തോത്രം. എന്താ? ദൈവത്താൽ സാധിക്കത്തില്ലേ? ഉടാറകൽക്കമാന. ഓ സ്തോത്രം, സ്തോത്രം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുക്കുന്നു. ഓ സ്തോത്രം. നിന്റെ കുടുംബം, നീ വീടില്ലാതെ വാടക വീട്ടിലാണെങ്കിൽ ചില ഫറവോന്റെ ശക്തികളെ വെട്ടി നിനക്കൊരു വീട് ഒരുക്കാൻ പോകുക.
മനസ്സിലായില്ലേ? ദൈവാത്മാവ് ദൂത് പറയുക, ദൈവം ചില കുടുംബങ്ങൾക്കകത്ത് പരിശുദ്ധാത്മാവിന്റെ ചലനങ്ങൾ ഉണ്ടാക്കാൻ പോകുക. അലിസി ജോൺ എന്ന് പറയുന്ന സഹോദരിയോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളുടെ ദേശത്തിന്റെ മുകളിൽ ദൈവം നിങ്ങളെ മാനിക്കാൻ പോകുക. ഉടല റഗന ഹത്തൽ കമാന. സ്തോത്രം, സ്തോത്രം. ഓ, ദൈവാത്മാവ് പറയുന്നു കേട്ടോ, ഈ ദിവസങ്ങളിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു കുടുംബം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം, വർഷങ്ങളായിട്ടും ചില മേഖലകൾക്കകത്ത് കുരുങ്ങിക്കിടക്കുന്ന മണ്ഡലങ്ങളെ ദൈവം ഈ ദിവസങ്ങൾ തൊടാൻ പോകുക. ഓ, ഉഡാമന ഷമാന വൈശവൽക്കമാന, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സ്റ്റെപ്പായിട്ട് നിങ്ങളുടെ ചില ചലഞ്ചുകളെല്ലാം മാറുന്നു എന്ന് പരിശുദ്ധം പറയുക. ചില ചലഞ്ചുകൾ ചേഞ്ചായി മാറും. ഷമാന വൈഡകൽ കമാന. ഒരു സ്ഥലത്തും ആശ്രയിപ്പാൻ കഴിയാതുള്ള ചില മേഖലകളിൽ നിങ്ങൾ ഭാരപ്പെടുമ്പോൾ ദൈവാത്മാവ് പറയുക, ഈ ദിവസങ്ങളിൽ ചില മഹാനക്രങ്ങളെ വെട്ടിമാറ്റി, ഫറവോന്റെ ശക്തികളെ വെട്ടിമാറ്റി ഞാൻ എന്റെ ജനത്തെ സൗഖ്യമാക്കുന്ന ദൈവം. ഉടലബലബല ശബ്ദല തലമുറകളോടുള്ള ബന്ധത്തിലുള്ള വെല്ലുവിളികളും പൈശാചിക മണ്ഡലങ്ങളും പിന്മാറ്റ ശക്തികളും യേശു ഈ ദിവസങ്ങൾ എടുത്തു മാറ്റുകയാ. ഇന്ന് രാത്രി ദൈവാത്മാവിതാ നിങ്ങളുടെ കുടുംബത്തെ ടച്ച് ചെയ്യുന്നു. ഒരു ദൂതൻ ഇറങ്ങുകയാ, നിങ്ങളുടെ കുടുംബത്തിന് ദൂതൻ ഇറങ്ങുന്ന വെളിപ്പാട് ഞാൻ കാണുകയാ. ഇന്ന് രാത്രി ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കുന്നു. സ്തോത്രം. ഇന്ന് രാത്രി പരിശുദ്ധമാവ് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോ, ദൈവം നിങ്ങൾക്ക് വേണ്ടി ചലിക്കുക. ഉഡാമന റഗൽഖമാന, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവിക കാര്യങ്ങൾ വെളിപ്പെട്ട് വരാൻ പോകും. ദൈവ സിസ്റ്റർ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. സ്തോത്രം. ഉഡാ റഗന അസ്തര ജഗൽഖമാന. സ്തോത്രം. ഇവിടെ പറയുകയാണ്, ഈ മഹാനക്രമം എന്നൊക്കെ കേൾക്കുമ്പോൾ ദൈവം പറയുകയാണ്, കടലിന്റെ അഗാധതയിൽ ഇയ്യോബേ നിന്റെ നന്മയെ തടയുന്ന മഹാനക്രം ഫറവോന്റെ രൂപത്തിൽ വെളിപ്പെട്ട് വന്നിട്ടുണ്ട്. മനസ്സിലായില്ല? സ്തോത്രം. മനസ്സിലായില്ല? അവനെ നീ ചൂണ്ടയിട്ട് പിടിക്കണം. സ്തോത്രം. അവനെ നീ ചൂണ്ടയിട്ട് പിടിക്കാതെ നിനക്ക് സൗഖ്യമില്ല. അതിനെ നീ ചൂണ്ടിയിട്ട് ആത്മയുദ്ധം ചെയ്യണമെന്നേ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, അപ്പുറത്തെ സഭയിലെ മത്തായി പാസ്റ്ററോടും ഇപ്പുറത്തെ ചാക്കോച്ചനോടുമല്ല എനിക്ക് യുദ്ധം. എനിക്ക് പോരാട്ടം വാഴ്ചകളോട്, അധികാരങ്ങളോട്, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോട്. ഇന്ന് രാത്രി ദൈവാത്മ പറയുക, ചില ഫറവോന്യ മണ്ഡലങ്ങളെ വെട്ടുക. സ്തോത്രം. യേശുവിൻ നാമത്തിൽ. നിനക്ക് ഈ വിസാ തരത്തില്ലെന്ന് ആര് പറഞ്ഞു? നിനക്ക് പ്രമോഷൻ തരത്തില്ലെന്ന് ആര് പറഞ്ഞു? ഈ ആത്മാവിൽ നീ വെട്ടണം. നീ ജഡത്ത് വെട്ടാൻ പോലും ആത്മാവിൽ വെട്ടിക്കോണം. പ്രാർത്ഥന റൂമിന്റെ അകത്ത് മുട്ടുമടക്കുമ്പോൾ, നീ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുമ്പോൾ മനസ്സിലാകും ചിലതൊക്കെ വെട്ടപ്പെട്ട് മാറുന്നത്. സ്തോത്രം. ഉടൽ കമാന ശംദൽ വാര. യേശുവിൻ നാമത്തിൽ ഹാമാനോക്കി ഒരുക്കിയിരിക്കുന്ന കഴുകുമരമുണ്ടല്ലോ, അത് മാറ്റുവാൻ നിയമത്തിന് പറ്റത്തില്ല. പക്ഷേ എന്റെ ദൈവം കഴുകുമരത്തെ തിരിച്ച് ട്വിസ്റ്റ് ചെയ്യാൻ പോകുക. ദൈവാത്മ ദൂത് പറയുന്നു, ആത്മമണ്ഡലത്തിൽ മോർദക്കായെ ഒതുക്കുവാൻ നോക്കുന്ന കഴുകുമരങ്ങൾ, ഫറവോന്യ ശക്തികൾ യേശുവിൻ നാമത്തിൽ യൂട്ടൺ അടിക്കാൻ പോകുക. ഉടൽ കമാന റമന. ഇന്ന് ഞാനൊരു ദൈവരാസം പറയുന്ന ഒരു വാക്ക് കേട്ടോ. അതിൽ എന്റേതായിരിക്കുന്ന ഒരു സംഭവം കൂടി ചേർത്ത് ഞാനൊന്ന് പറയാം. എന്നാ ആത്മാവ് സംസാരിച്ചത് എന്നോട്. ഈ ശദ്രക്കും മേശക്കും അബേദ്നെഗോവും, സ്തോത്രം, തീച്ചൂളിയുടെ അകത്തോട്ടേക്ക് പോയി. അപ്പൊ തീച്ചൂളിയുടെ അകത്തോട്ടേക്ക് കൊണ്ടുപോയ മഹാബലവാന്മാരെ പടയാളികൾ അതിനടുത്തെത്തുമ്പോഴേക്കും കരിഞ്ഞുപോയി. പക്ഷെ ശദ്രക്കും മേശക്കും അബേദ്നെഗോ തീച്ചൂളിയുടെ അകത്തോട്ട് കയറിയപ്പോൾ നാലാമനായി ക്രിസ്തു അതിൻ്റെ അകത്ത് ഇറങ്ങി വന്നു. ക്രിസ്തു ആരാ? തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും. സ്തോത്രം. സൂര്യനേക്കാൾ തേജസ്സുള്ളവനായ ദൈവം മനുഷ്യനിർമ്മിതമായിരിക്കുന്ന തീയുടെ അകത്തോട്ട് കയറിയപ്പോൾ തീക്കതിനെ വഹിക്കാൻ പറ്റിയില്ല, അത് ബ്ലാസ്റ്റ് ആയി പോയി. ഉടരാ ഷമാൻ. മനസ്സിലായില്ല? എന്റെ സ്വർഗത്തിലെ ദൈവം തീക്കകത്തിറങ്ങിയാൽ ആ തീയുടെ ചൂടും ആ തീ മാത്രമേ ഉള്ളൂ. തീയുടെ ബലമില്ലെന്നേ. അകത്തളങ്ങളിൽ സൂര്യതേജസ്സുള്ള, സൂര്യനെ സൃഷ്ടിച്ചവനായിരിക്കുന്ന, ചന്ദ്രനെ സൃഷ്ടിച്ചവനായിരിക്കുന്ന, അഖിലാണ്ടത്തെ സൃഷ്ടിച്ചവനായിരിക്കുന്ന എന്റെ ഉടയ തമ്പുരാൻ തീക്കകത്തിറങ്ങിയാൽ അതിന്റെ സകല മണ്ഡലങ്ങൾക്കകത്തും ബലം നഷ്ടപ്പെടുമെന്നേ. ഇതെന്നെ കത്തിച്ചു കേട്ടോ. ദൈവന്മാർ ദൂത് പറയുക, ഇന്ന് നിന്റെ പ്രതിസന്ധിയുടെ ബലം കെടാൻ പോകുക. ദൈവന്മാർ പറയുന്ന കേട്ടോ, ചില കുടുംബങ്ങൾ ഡിവോഴ്സിലോട്ട് കൊണ്ടുപോകാൻ പോകുന്ന പ്രതിസന്ധികൾ ഇന്ന് രാത്രി അതിന് ബലം കെടാൻ പോകുക. അടച്ചതൽക്കമാന വൈഡകൽ കമാന അതൽ കലാജകസ്തരാജകൾക്ക് ഒരു ചർച്ചകൾക്കകത്ത് നടക്കാത്ത ഉണർവ് ഇപ്പൊ സൂം മീറ്റിംഗുകൾ നടന്നുകൊണ്ടിരിക്കുക. അറിയാവോ?
ആമേൻ. ഒരു ചർച്ചകൾക്കകത്തും ഇപ്പൊ കഴിഞ്ഞ് ഒരു സഹോദരി എന്നെ വിളിച്ച് പറഞ്ഞേയുള്ളൂ, എന്റെ ചർച്ച ഭയങ്കര അടിയാ വാസ്തവ, പ്രാർത്ഥിക്കണം. ഈ അടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിളി, ഇപ്പൊ സൂമിന്റെ അകത്ത് ഒരു അടിയും ഇല്ല. സന്തോഷമായിട്ട് ആത്മാവിൽ ആരാധിക്കുക. സൂമിനാ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒന്ന് ആത്മാവിൽ ആരാധിക്കുന്നവർക്ക് സ്വതന്ത്രം ഒന്ന് ആരാധിക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ആമേൻ. ദൈവാത്മാവ് ദൂത് പറയും കേട്ടോ, ചില ഫറവോന്റെ ശക്തികൾ ഏതെല്ലാം രീതിയിലൊക്കെ കാര്യങ്ങൾ മാറ്റിയാലും എന്റെ ദൈവം അതിനേക്കാൾ ശ്രേഷ്ഠമായി കാര്യങ്ങൾ തിരിക്കാൻ പോകുക. ദൈവാത്മാവ് ദൂത് പറയുന്നു, അതിനേക്കാൾ നല്ലതായി നീ ഒന്ന് അനുഗ്രഹിക്കപ്പെടേണ്ടതിന് എന്റെ ദൈവം ഏതറ്റം വരെയും പോകും. നീ ഒന്ന് ഉയർച്ച പ്രാപിക്കേണ്ടതിന് എന്റെ ദൈവം ഏതറ്റം വരെയും പോകും. ഇന്ന് രാത്രി അനുഗ്രഹത്തിൽ വിശ്വസിക്കണം കേട്ടോ. എന്നാ? അനുഗ്രഹത്തിൽ വിശ്വസിക്കണം. അനുഗ്രഹിക്കുന്ന ദൈവത്തെ വിശ്വസിക്കണം. വളർച്ചയിൽ വിശ്വസിക്കണം. ഉയർത്തുന്ന ദൈവത്തെ വിശ്വസിക്കണം. തേജസ്സിലെ ദൈവത്തിൽ വിശ്വസിക്കണം. ദാരിദ്ര്യം, കഷ്ടപ്പാടും, ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം മാറ്റിത്തരുന്ന ദൈവത്തെ വിശ്വസിക്കണമെന്ന്. ആമേൻ, ആമേൻ. യേശുവിൻ നാമത്തിൽ ജയമടിക്കുക. ഇവിടെ പറയുന്നത് കേട്ടോ, താഴോട്ട് വരുമ്പോൾ സ്തോത്രം, ഞാൻ നിന്റെ ചെകിളയിൽ ചൂണ്ടൽ കൊളുത്തു എന്ന്. അപ്പോൾ ഇവൻ ആർക്കും കൊളുത്താൻ പറ്റാത്ത ഒരു സാധനമാണ് ഈ ഫറവോൻ. ദൈവം പറയുകയാണ്, അവന്റെ ചെകിള ഞാൻ പറിക്കാൻ പോകുക. ഒരു മീന് സ്തോത്രം ജീവിക്കുന്നത് അതിന്റെ ചെകിളയില. അതിൻ്റെ അകത്താണ് ഓക്സിജൻ എടുക്കുന്നത്. സ്തോത്രം, നിന്റെ ശ്വാസം നിന്നെ മുട്ടിക്കുന്ന ചിലതിൻ്റെ ഒക്കെ ചെകിള ദൈവം പറിച്ച് അവനെ കൊല്ലാൻ പോകുക. ദൈവാത്മാ പറയുന്നു, ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി ഒരു നാളും നീ കാണത്തില്ല. സ്തോത്രം, യേശുവിൻ നാമത്തിൽ ജയമടിക്കുക. അവിടെ പറയുന്നു, ഈ ഫറവോനെ എന്നാ ചെയ്തെന്നറിയാമോ? കടലിന്റെ നടുവിൽ അവന് ശവക്കല്ലറി ഒരുക്കി. മരുഭൂമിക്കകത്ത് മോശയുടെ ശവക്കല്ലറി ഒരുക്കുമെന്ന് വെല്ലുവിളിച്ച ഫറവോന്റെ ശക്തിക്ക് വേണ്ടി കടലിന്റെ നടുവിൽ ശവക്കല്ലറി ഒരുക്കി. ദൈവം പറഞ്ഞു, എന്റെ ജനത്തെ തൊടാൻ ഒക്കത്തില്ല. കാട്ടുപോത്തിന്റെ ബലമുള്ള യാക്കോവിന്റെ സന്തതികളായിരിക്കുന്ന എന്റെ ജനം, അവരിതാ അകത്തളങ്ങളിൽ നിന്നെ കൊന്നുകളയുവാൻ ഫറവോനിട്ട പദ്ധതികളെ ദൈവം ചെകിള മറച്ച് അവനെ ചൂണ്ടലിട്ട് താർക്കാൻ പോകുക. സ്തോത്രം. ആത്മാവിൽ കത്തുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഈ പരിശുദ്ധാത്മാവ് എന്നത് പറഞ്ഞപ്പോൾ ഞാൻ പറയും, ഈ ഒരു ആത്മാവിന്റെ മണ്ഡലം വന്നാൽ നമ്മളെ ആർക്ക് തോപ്പിക്കാൻ പറ്റത്തില്ല. മനസ്സിലായില്ല കേട്ടോ? ഈ ഒരു കത്തൽ വന്നാലുണ്ടല്ലോ, പിന്നെ ഒരു ഭൂതത്തിന് നിന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റത്തില്ലെന്ന്. മനസ്സിലായില്ലല്ലേ? പിന്നെ ഒരു രോഗബന്ധനങ്ങൾക്ക് നിൽക്കാൻ പറ്റത്തില്ലെന്ന്. ഇന്ന് പകൽക്കാലം ഇയ്യോബേ, ഞാൻ നിന്നെ കൊണ്ട് ഉത്തരം പറയിക്കാൻ പോകുക. ഇതിന്റെ ഉത്തരം പറയിച്ചിട്ട് ഞാൻ ഇന്ന് മീറ്റിംഗ് നിർത്തത്തുള്ളൂ. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുക. പരിശുദ്ധമായ ചില കുടുംബങ്ങളോട് സംസാരിക്കുക കേട്ടോ. നിങ്ങൾ പ്രാർത്ഥനയോട് കൂടിയിരിക്കണം. ആ റോബി ജോർജി എന്ന് പറയുന്ന ആ കുടുംബത്തോട് പരിശുദ്ധമ പറയുക. ചില മേഖലകൾക്കെല്ലാം ചില എന്താ പറയുക, അസ്ഥിരതകൾ ഇട്ടുകൊണ്ട്, സ്തോത്രം, അസ്ഥിരമായിരിക്കുന്ന മേഖലകൾ പരിശുദ്ധാത്മാവ് പെർമനന്റ് ആയിരിക്കുന്ന വഴിയിലോട്ട് മാറ്റാൻ പോകുക. ഉഡാമന റഗൽഖമാന എന്ന് വെച്ചാൽ ഒരു സ്ഥലത്തെ സ്തോത്രം നിൽപ്പിനെ ഇല്ലാതാക്കി കളയുവാനുള്ള ചില കാര്യങ്ങൾ നടക്കും എന്ന ദൈവാത്മാവ് എന്നോട് പറയുന്നു. അതിനെ ദൈവം വെട്ടാൻ പോകുക. ഉഡാമന വൈഡര ജഗൽഖമാന. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ സ്തോത്രം സഭയോട് ബന്ധപ്പെട്ടും ആത്മിക മേഖലകളിലെല്ലാം ദൈവം ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുക. സ്തോത്രം. ദൈവാത്മാവിനോട് പറയുന്നു, സ്തോത്രം, ഒരു പക്ഷിയെ പറക്കുന്നത് പോലെ, നിൽക്കുന്നിടത്തു നിന്നും അടുത്ത ലെവലിലോട്ട് ഉയരുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിലും ആത്മീകത്തിലും ഭൗതികത്തിലും വലിയ മാറ്റങ്ങൾ ദൈവാത്മാവ് കാണിക്കുക. വലിയ മാറ്റങ്ങൾ. ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിട്ടില്ലാത്ത മേഖലകളിൽ ചില ദൈവാത്മാവിന്റെ കരങ്ങൾ ചലിക്കാൻ പോകുക. ഈ ദിവസങ്ങളിൽ ദൈവം പുതിയ ഡോറുകൾ ഓപ്പൺ ചെയ്യും. പുതിയ വാതിലുകൾ നിങ്ങളുടെ മുമ്പിൽ തുറക്കുന്നൊരു വെളിപ്പാട് ഞാൻ കാണിക്കുകയാണ്. എന്തോ ഒരു കാനഡയുമായി ബന്ധപ്പെട്ട് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നതായി കാണുന്നു. ഉടരാ ശമാന വൈഡകൽ ഖമാന. ചില 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 സംഭവങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി മാറും. ചില ഇൻസിഡന്റുകൾ, ചില കാര്യങ്ങളെല്ലാം അനുകൂലമായി മാറുന്നത് പോലെ പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ ചെയ്യുക. യേശുവിന്റെ നാമത്തിൽ മറഞ്ഞു പോയിരിക്കുന്ന വാഗ്ദത്തങ്ങൾ ഈ ദിവസങ്ങൾ പൊങ്ങി വരാൻ പോകുന്നു. മറഞ്ഞു പോയിരിക്കുന്ന വാഗ്ദത്തങ്ങൾ പൊങ്ങി വരാൻ പോകുക. ഇന്ന് രാത്രി ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ കരം ചലിക്കാൻ പോകുന്നു. സ്തോത്രം. താഴോട്ടേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുകയാണ്, ഫറവോന്റെ ശക്തികളെ ഞാൻ തകർക്കാൻ പോകുന്നു. രണ്ടാമത് ഇയ്യോബിനോട് ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യം എന്നാന്നറിയാമോ? സ്തോത്രം. രണ്ടാമത്തെ ചോദ്യം, അതിന്റെ നാക്ക് കയറുകൊണ്ട് അമർത്താവോ? സ്തോത്രം. മനസ്സിലായില്ലേ? അപ്പോൾ അമർത്തുന്ന ശക്തി പലപ്പോഴും നമ്മെ അനുഗ്രഹിക്കപ്പെടാൻ തടസ്സമായി അമർത്തിക്കളയുന്ന ശക്തി എന്ന് വെച്ചാൽ ഒതുക്കി കളയുന്ന ശക്തി അല്ലേ? ചിലത് പറയും, ഭയങ്കര ശുശ്രൂഷയായിരുന്നു ഒരു കാലത്ത്,
ഒതുങ്ങിപ്പോയി. മനസ്സിലായില്ലല്ലേ? സ്തോത്രം. നല്ല ചർച്ചൊക്കെ ഉണ്ടായിരുന്നതാ, ചർച്ചിൽ ഇപ്പൊ ഒറ്റ ആളില്ല, ഒതുങ്ങിപ്പോയി. എന്നാ അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായിരുന്നു. കുടുംബത്തിൽ മക്കൾ പിന്മാറ്റത്തിൽ പോയി, അമർത്തിക്കളയുന്ന ശക്തി. സാമ്പത്തികമായി ഉയരേണ്ട വ്യക്തിയായിരുന്നു. സ്തോത്രം. യുദ്ധം നടക്കുമ്പോൾ നാട്ടിലോട്ട് കയറി വരേണ്ട വന്ന് ബിസിനസ് എല്ലാം പോയി, അമർന്നുപോയി. വാക്തത്വങ്ങൾ അമർത്തിക്കളയുന്ന ശക്തി. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പറയുക, അതിന്റെ നാവിനെ നിനക്ക് അമർത്താവോ? ഓ സ്തോത്രം. ചിലതിനെയൊക്കെ നമ്മൾ അമർത്തണം, നമ്മൾ അമരരുത്. സ്തോത്രം. അമേൻ, അമേൻ. നിന്നെ അമർത്താൻ പോകുന്ന മണ്ഡലങ്ങളെ ആത്മാവിൽ നീ അമർത്തിക്കോണം. നമുക്കൊരു വാക്യം വായിക്കാം. ആമോസിന്റെ പുസ്തകം 2-ാം അധ്യായം 13-ാം വാക്യവും 14-ാം വാക്യവും ഒന്ന് വായിക്കാമോ? ആമോസിന്റെ പുസ്തകം 2-ാം അധ്യായം. യെസ്. കറ്റ കയറ്റിയ വണ്ടി അമരുന്നത് പോലെ ഞാൻ നിങ്ങൾ ഇരിക്കുന്നിടത്ത് അമർത്തിക്കളയും. അങ്ങനെ വേഗവാന്മാർക്ക് ശരണം നശിക്കും, ബലവാന്റെ ശക്തി നിലനിൽക്കുകയില്ല. വീരൻ തന്റെ ജീവനെ രക്ഷിക്കുകയില്ല. ഇവിടെ പറയുന്നു, സ്തോത്രം, കറ്റ അമർത്തി കളയുന്നത് പോലെ ഞാൻ നിങ്ങൾ ഇരിക്കുന്നിടത്തുനിന്ന് അമർത്തിക്കളയും എന്ന് വെച്ചാൽ ഒരു കാര്യം പറയാം. ഇത് സത്യത്തിൽ പറയുന്നത് ഇസ്രായേൽ ജനത്തോടാണ്. ഇസ്രായേൽ ജനം ദൈവത്തോട് പാപം ചെയ്തപ്പോൾ എന്നാ സംഭവിച്ചെന്നറിയാമോ? ദൈവം പറയുക, ഞാൻ നിങ്ങളെ അമർത്തും. ഒരു കാര്യം മനസ്സിലായിക്കോണം, നമ്മൾ കൃപയിൽ നിന്നാൽ, സ്തോത്രം, ദൈവം നമ്മൾ ഉയർത്തും. മനസ്സിലായില്ല? കൃപയിൽ പാപം ചെയ്താൽ ദൈവം നമ്മൾ അമർത്തും, കൃപയിൽ നിന്നാൽ ദൈവം നമ്മളെ ഉയർത്തും. അടുത്ത വാക്യം, അങ്ങനെ വേഗവാന്മാർക്ക് ശരണം നശിക്കും. ചിലർ പറയാറുണ്ട്, സ്തോത്രം, എന്നാന്നറിയാമോ? ഭയങ്കര വേഗതയാ. ഈ ഫെറാറി കാർ കണ്ടിട്ടുണ്ടോ? ആലിക്കാസ് ജ്വല്ലറി അവരാണെന്ന് തോന്നുന്നു കേട്ടോ. 10 കോടി രൂപയുടെ ഫെറാറി കാർ വാങ്ങിച്ചു. എന്നാ ഫെറാറി കാർ ചെറിയ ടോയ് പോലെ കാണത്തുള്ളൂ, പക്ഷെ 400 കിലോമീറ്റർ സ്പീഡിൽ ഓടുക വണ്ടി. 10 കോടി രൂപയുടെ വണ്ടി ട്രിവേൻഡ്രം പട്ടണത്തിനകത്തൂടെ പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ 7 ലക്ഷം രൂപയുടെ സ്കോർപ്പിയോ വന്ന് ഇതിനെ ഇടിച്ചു. ഫെറാറി കാറിന്റെ വേഗതയും പോയി, എല്ലാം പോയി. ആ റോട്ടിൽ കിടന്ന് കത്തി. മനസ്സിലായില്ല? അങ്ങനെ വേഗവാന്മാരുടെ, സ്തോത്രം, ശരണം നശിക്കും. ഓ എന്നാ വളർച്ചയാണെന്നേ. സ്തോത്രം. തട്ടിപ്പും വെട്ടിപ്പുമായിട്ടുള്ള ചില വളർച്ചകൾ ഉണ്ടല്ലോ അല്ലേ? നാട്ടാരെ പറ്റിച്ചും വീട്ടാരെ പറ്റിച്ചും കുടുംബക്കാരെ പറ്റിച്ചും വളർന്നു വരുന്നവരുണ്ട്. ഞാൻ അങ്ങനെയുള്ളവരുടെ വേഗതയെ നശിപ്പിക്കാൻ പോകുകയാ. അടുത്ത വാക്യം, ബലവാന്റെ ശക്തി നിലനിൽക്കത്തില്ല. നമ്മൾ പലപ്പോഴും കാണാറുണ്ടല്ലേ, പിന്നെ സ്തോത്രം, ജിമ്മിൽ പോകുന്ന ആളുകളെ. എന്നാ മസില, ഓ സ്തോത്രം, ബനിയനൊക്കെ ടൈറ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ 2 മസിലും നെഞ്ഞൊക്കെ ഇങ്ങനെ ഉന്തി വരുന്ന ചില യൗവനക്കാരെ കാണാറുണ്ട്. അടുത്ത ആഴ്ച ഡെങ്കിപ്പനി വന്ന് കിടന്ന് ഒരാഴ്ച ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ എല്ലും തോലും. എന്ന് വെച്ചാൽ ബലവാന്റെ ശക്തി നിലനിൽക്കത്തില്ല. മനസ്സിലായില്ലല്ലേ? അടുത്ത വാക്യം, വീരൻ തന്റെ ജീവനെ രക്ഷിക്കത്തില്ല. എന്നാ വീരനായിരുന്നു. സ്തോത്രം. 3 പേരെ ഒറ്റക്കടിക്കുന്ന വീരനാ. പക്ഷേ സ്തോത്രം, കഴിഞ്ഞ ദിവസം വായിച്ചില്ലേ, കൊട്ടേഷൻ കൊലപാതകം. റോഡിന്റെ നടുവിൽ വെച്ച് കാർ റോട്ടിലേക്ക് തട്ടിയിട്ട് 4 പേര് ചേർന്ന് ഒരു വീരനെ വെട്ടിക്കൊന്നു. വാർത്ത കേട്ടല്ലോ. പോലീസുകാർക്ക് തലവേദനയായിരിക്കുക, കേരള പോലീസിന്. എന്ന് വെച്ചാൽ വീരൻ തന്റെ ജീവനെ രക്ഷിക്കത്തില്ല. കറ്റ അമർത്തുന്നത് പോലെ ഞാൻ അവരെ അമർത്തിക്കളയും. എന്നാൽ ഇയ്യോബേ, നീ അല്ല അമരേണ്ടത്, നിന്റെ കുടുംബമല്ല അമരേണ്ടത്. നീ ഉയർച്ച പ്രാപിക്കണം. നീ ഇന്ന് പകൽക്കാലം നിന്നെ അമർത്തുന്ന ശക്തികളെ നീ അമർത്തണം. രക്തദാഹികളായി പൈശാചിക മണ്ഡലങ്ങളെ നീ അമർത്തുമ്പോൾ നീ ഉയരും. ദൈവാത്മാ ദൂത് പറയുക ചിലരോട്, ചില കുടുംബം നോക്കി പരിശുദ്ധമോ ദൂത് പറയുന്നു, നിന്റെ വാക്തത്വങ്ങൾക്കെതിരെ നിൽക്കുന്ന, നിന്റെ വിടുതലുകൾക്കെതിരെ നിൽക്കുന്ന ചില പൈശാചിക മണ്ഡലങ്ങളെ അമർത്തുവാൻ നീ തയ്യാറായിക്കോ. അമേൻ. ഇത് ഭയങ്കര ആഴമേറിയ ദൂതാ കേട്ടോ. ചുമ്മാ എന്തെങ്കിലും പറഞ്ഞിട്ട് മണിക്കൂറുകൾ, ഒരു ദിവസം മുഴുവൻ ഇരുന്നിട്ടാണ് ഞാൻ മെസ്സേജ് ഇറക്കിയത്. അതുകൊണ്ട് നിങ്ങൾ എന്നോട് സഹകരിക്കണം കേട്ടോ. ഒരു ദിവസം മുഴുവൻ ഇരുന്നിട്ട് മണിക്കൂറുകൾ ഇരുന്ന് ആത്മാവിൽ തയ്യാറാക്കിയ ദൂതാ. എൻ്റെ ദൈവത്തിന്റെ ജനം അനുഗ്രഹിക്കപ്പെടുവാൻ. ഇത് എനിക്കും അനുഗ്രഹമാണ്, നിങ്ങൾക്കും അനുഗ്രഹമാണ്. അമേൻ. ഇന്ന് രാത്രി ദൈവാത്മാ പറയുക, ഫറവോന്റെ ശക്തികളെ, മഹാനക്രത്തെ ഞാൻ ചൂണ്ടലിട്ട് പിടിക്കും. 2, ഞാൻ ചിലതിനെ അമർത്തി നിന്നെ വിടുവിക്കും. ദൈവാത്മാ ദൂത് പറയുക, നിന്റെ കുടുംബത്തെ വിടുവിക്കും, നിന്റെ സഭയെ വിടുവിക്കും. ദേശത്തിൽ ദൈവം നിന്നെ മരിക്കാൻ പോകുക. ഇന്ന് രാത്രി ആ നയാമ മോൾ എന്ന് പറയുന്ന വ്യക്തിയുടെ പരിശുദ്ധ പറയുക, ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിലും ദൈവത്തിന്റെ കരങ്ങൾ വെളിപ്പെട്ട് വരാൻ പോകുക. വൈഷമൽ കമാന, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിങ്ങളുടെ ദേശത്തിന്റെ അകത്ത്
പല മേഖലകളിലും അമർത്തിക്കളയുവാൻ ശത്രു വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പ്രാർത്ഥനാ മണ്ഡലത്തിൽ മുന്നേറട്ടെ. ദൈവം ഈ ദിവസങ്ങളിൽ പുതിയ ചില ബന്ധങ്ങളിലോട്ട് മാറ്റാൻ പോകുക. ഓ സ്തോത്രം, ദൈവം ചില പുതിയ ബന്ധങ്ങൾ, പുതിയ അവകാശങ്ങൾ, ഓ സ്തോത്രം, ചില പേപ്പർ വർക്കുകളും ചില മേഖലകൾ സീൽ ചെയ്യുന്നത് പോലെ ദൈവം നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് പുതിയ മേഖലകളിൽ ദൈവം നിങ്ങളെ മാറ്റാൻ പോകുന്നു. അമന വൈഡകൽ കമാന. ഓ സ്തോത്രം, ദൈവാത്മാവിനോട് പറയുന്നു, ഒരു സ്ഥലത്ത് നിങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന വ്യക്തിയായി മാറേണ്ട വ്യക്തിയല്ല, ഒരു സ്ഥലത്ത് കുടുങ്ങിയിരിക്കേണ്ട ആളല്ല. അടുത്ത നിലവാരത്തിലോട്ട് കയറുവാൻ ഒരു അഭിഷേകം ചോദിച്ചോ, ദൈവാത്മാവ് അത് പകരുക. ഓ സ്തോത്രം, ഒരു അഭിഷേകത്താൽ നിങ്ങൾ കയറാൻ പോകുക. അടുത്ത മേഖലയിലോട്ട് യേശുവിൻ നാമത്തിൽ ദൈവം കയറ്റാൻ പോകുക. സ്തോത്രം, ദൈവം ഇന്ന് രാത്രി നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഇവിടെ പറയുന്നു, താഴോട്ട് വചനം പറയുകയാണ്, സ്തോത്രം, വില്ലാളി ഉറച്ചു നിൽക്കത്തില്ല. അമേൻ, അമേൻ. വില്ലാളി ഉറച്ചു നിൽക്കത്തില്ല, ശീഘ്രഗ്രാമി തന്നെത്താൻ വിടുവിക്കത്തുമില്ല. പിന്നെയോ പ്രാർത്ഥിക്കുന്നവൻ കഴുകനെ പോലെ ചിറകടിച്ച് കയറാൻ പോകുക. അവൻ തളർന്നു പോകാതെ നടക്കുകയും ക്ഷീണിച്ചു പോകാതെ ഓടുകയും ചെയ്യുമെന്ന് പരിശുദ്ധന്മാർ പറയുന്നു കേട്ടോ. നമ്മളാണ് ജയിക്കാൻ പോകുന്നത്. ശീഘ്രഗ്രാമി എന്ന് പറയുന്ന, വില്ലാളികൾ എന്ന് പറയുന്ന പലരും തോറ്റ് പിന്മാറുന്നിടത്ത് പ്രാർത്ഥിക്കുന്നവൻ കയറി വരാൻ പോകുന്നു. യേശുവിൻ നാമത്തിൽ ജയമെടുക്കുക, യേശുവിൻ നാമത്തിൽ ജയമെടുക്കുന്നു. സ്തോത്രം. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, കടലിന്റെ ആഴത്തിലെ നന്മ, അതൊന്ന് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അടുത്തലോട്ട് പോകാം. നമുക്കൊരു വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം, സ്തോത്രം, 6-ാം വാക്യം 7-ാം വാക്യം ഒന്ന് വായിക്കാമോ സിസ്റ്റർ? യോഹന്നാൻ 21-ന്റെ 6-ാം വാക്യവും 11-ാം വാക്യവും 6-ഉം 11-ഉം വായിക്കാവോ? പടകിന്റെ വലതുഭാഗത്ത് വല വീശുവി, എന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ വീശി, മീനിന്റെ പെരുപ്പം ഹേതുവായി അത് വലിക്കുവാൻ കഴിഞ്ഞില്ല. യേശു സ്നേഹിതൻ പത്രോസിനോട്, 11-ാം വാക്യം. ശീമോൻ പത്രോസ് കയറി 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി. അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. ഞാൻ ചോദിച്ചോടെയും, ഈ പത്രോസ്, സ്തോത്രം, മീൻ പിടുത്തത്തിൽ ബിരുദാനന്ദ ബിരുദെടുത്ത വ്യക്തിയാണ്. എന്ന് വെച്ചാൽ എവിടെ മീൻ ഉണ്ടാകുമെന്നും കടലിന്റെ ചെറിയ ആഴങ്ങളൊക്കെ പത്രോസിന് നന്നായിട്ട് അറിയാം. പക്ഷെ പത്രോസിനോട് യേശു പറഞ്ഞ, മോനെ, നീ അറിയാത്ത മണ്ഡലത്തിൽ ആഴങ്ങളിൽ നിന്നൊരു വിടുതൽ കയറി വരാൻ പോകുക. മനസ്സിലായില്ല? അറിയാത്ത മണ്ഡലത്തിൽ ആഴത്തിൽ എന്നാ വിടുതൽ എന്നറിയാമോ? 11-ാം വാക്യം പറയുന്നു, 153 വലിയ മീൻ. എന്ന് വെച്ചാൽ അന്ന് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത്, സ്തോത്രം, ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള ഏറ്റവും ക്വാളിറ്റി ഉള്ള, എന്ന് വെച്ചാൽ സ്തോത്രം, വില കൂടിയ മീനുകളെല്ലാം ആ കൊട്ടയ്ക്കകത്ത് നിറഞ്ഞെന്ന്. സ്തോത്രം, ഇന്ന് രാത്രി ദൈവാത്മാവ് എന്നോട് പറയുന്നു, ആമേൻ, ആഴങ്ങളിൽ നിന്നുള്ള നന്മകൾ കയറി വരാൻ പോകുക. സ്തോത്രം. ഇയ്യോബേ, നിന്റെ ജീവിതത്തിന്റെ അകത്ത് ചില മഹാനക്രങ്ങൾ നീ തകർക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു, ആഴങ്ങളിൽ നിന്നും ഇതുവരെ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത ആഴമേറിയ മീനുകളെ ഞാൻ കേറ്റെടുക്കാൻ പോകുക. യേശുവിന്റെ കയ്യിൽ കൊടുത്ത കൊട്ടയ്ക്കകത്ത് മീൻ നിറഞ്ഞതുപോലെ, അപ്പം നിറഞ്ഞതുപോലെ ആഴങ്ങളിൽ നിന്നും ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത നന്മകൾ കയറി വരാൻ പോകുക യേശുവിൻ നാമത്തിൽ. സങ്കീർത്തനങ്ങൾ 74-ാം അധ്യായം 13-ാം വാക്യവും 14-ാം വാക്യവും ഒന്ന് ചേർത്ത് വായിച്ചാൽ മനസ്സിലാകും. സങ്കീർത്തനങ്ങൾ 74-ന്റെ 13-ഉം 14-ഉം. കൊണ്ട് നീ സമുദ്രത്തെ വിഭാഗിച്ചു, വെള്ളത്തിലുള്ള തിമിംഗലങ്ങളുടെ തലകളെ ഉടച്ചു കളഞ്ഞു. ലിവ്യാതാന്റെ തലകളെ നീ തകർത്തു, മരുവാസികളായ ജനത്തിന് അതിനെ ആഹാരമായി കൊടുത്തു. എന്റെ കൊച്ചു പ്രായത്തിൽ, എനിക്ക് 10 വയസ്സുള്ളപ്പോൾ ഒരു സ്ഥലത്ത് ഒരു ദൈവദാസൻ വന്നിട്ട് പ്രസംഗിക്കുക, ലിവ്യാതാന്റെ തലകളെ നീ തകർത്തു, മരുവാസികളായ ജനത്തിന് ആഹാരമായി കൊടുത്തു. ഞാൻ ചിന്തിച്ചു, ഈ ലിവ്യാതാന്റെ തല തകർത്താൽ എങ്ങനെയാടാ മരുവാസികൾക്ക് ആഹാരം കിട്ടുന്നതെന്ന്. അതിന്റെ ഉത്തരം കഴിഞ്ഞ ദിവസം ദൈവം എന്നോട് സംസാരിച്ചു. എന്നാണെന്നറിയാമോ? എടാ മോനെ, നിനക്ക് ആഹാരം കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ സാധനത്തെ നീ പൊളിക്കണമെന്ന്. സ്തോത്രം. ചിലർക്ക് ഇപ്പം മനസ്സിലായിട്ടില്ല. സങ്കീർത്തനക്കാരന് വെളിപ്പെട്ടു, എൻ്റെ നന്മയ്ക്ക് തടസ്സമായിരിക്കുന്ന തിമിംഗലങ്ങളെ തകർത്ത് കളയുന്ന, കടലിന്റെ ആഴങ്ങളിൽ മറഞ്ഞിരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ തകർത്തിട്ട് ദൈവം നിന്റെ ഭവനത്തിൽ ആഹാരം കൊണ്ടുവരാൻ പോകുക, കാടപ്പക്ഷികളുടെ രൂപത്തിൽ. അപ്പോൾ ഈ നന്മയ്ക്ക് തടസ്സം ആരാന്നറിയാമോ? ഓ സ്തോത്രം, ചില മഹാനക്രങ്ങളാ. ഇന്ന് രാത്രി ദൈവാത്മാവ് ദൂത് പറയുന്നു, ഞാൻ ചിലതിനെ തകർക്കും. നീ വിശ്വസിച്ചാലും ഇല്ല, ഞാൻ തകർക്കാൻ പോകുക. ഞാൻ പണ്ട് ആരാധിച്ച
ആരാധിച്ചുകൊണ്ടിരുന്ന സഭയിൽ സ്തോത്രം ഞാൻ കൊച്ചു പ്രായത്തിൽ ആരാധിക്കുന്ന ജനത്തെ കണ്ടിട്ടുണ്ട്. വളരെ ആരാധിക്കും, ചിലർ ഉഴപ്പടിച്ചിരിക്കും. എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആരാധിച്ചവരെല്ലാം ഭയങ്കര അനുഗ്രഹിക്കപ്പെട്ടു. എന്ന് വെച്ചാൽ ആ കൂട്ടത്തിൽ ഞാനും കയറി വന്നു. ഇന്ന് പാൽക്കാലം ആരും ഉഴപ്പോടെ ഇരിക്കരുത് കേട്ടോ. ഞാൻ ചില ദിവ്യാദാന്റെ തലതകർത്ത് പാർട്ടായി നന്മ തരുമ്പോൾ ആരാധിക്കുന്നവന്റെ കയ്യിൽ നന്മ വരാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ആത്മാവിൽ ആരാധിക്കുന്നവന്റെ, പ്രാർത്ഥന റൂമിൽ മുട്ടുമടക്കുന്നവന്റെ കുടുംബത്തിൽ ഇതുവരെ ഇല്ലാത്ത മാറ്റങ്ങൾ ദൈവം തരാൻ പോകുന്നു. സ്തോത്രം. എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു മിനിസ്ട്രി എന്താണെന്നറിയാമോ? അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനത്തെ വെളിയിലെടുക്കുക. അതാണ് എന്റെ മിനിസ്ട്രി. ഒരു കൂട്ടം, ദൈവാത്മാവിനോട് പറയുക, ഇതിന്റെ അകത്ത് ഒരു കൂട്ടം എഴുന്നേക്കാൻ പോകുക. യേശുവിൻ നാമത്തിൽ ജയമെടുക്കുന്നു. ഞാൻ ചില ലിവ്യാദാന ധര തകർത്തിട്ട് എന്റെ ജനത്തെ അനുഗ്രഹിക്കാൻ പോകുക. വൈഡൽ ഖമാന അതൽ കരകജകതൽ ഖമാന. സ്തോത്ര. യേശുവിന്റെ നാമത്തിൽ ജയമടിക്കുക. ദൈവാത്മാവിനോട് പറയാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം, യുദ്ധം പെട്ടെന്നൊന്നും അവസാനിക്കത്തില്ല. അവസാനിച്ചെന്ന് തോന്നും, പിന്നെയും തുടങ്ങും. സ്തോത്രം. എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് അവസാനിച്ചെന്ന് തോന്നുമ്പോൾ മറ്റൊരു സ്ഥലത്ത് അതിന്റെ റിഫ്ലക്ഷൻ അടിച്ച് പിന്നെയും ജനം ഭീതിയിലോട്ട് മാറാൻ പോകുക. ഇത് കുറിച്ച് നിങ്ങൾ ഇട്ടോ. ദൈവാത്മാവിനോട് പറയുന്നു, സ്തോത്രം, ചില ഉന്നതമായിരിക്കുന്ന മേഖലകൾക്കകത്ത് ചില മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുക. ചില സ്ഥാനമാറ്റങ്ങൾ. നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത പല റിസൈൻ ചെയ്ത് പല പൊസിഷനുകളിൽ നിന്ന് മാറുന്നൊരു വെളിപ്പാട് ഞാൻ കാണുക. ഐക്യരാഷ്ട്ര സംഘടന പോലുള്ള വലിയ സ്ഥലങ്ങൾക്കകത്ത് ചില യുദ്ധ കരാറുകൾ, സ്തോത്രം, എന്ന് വെച്ചാൽ യുദ്ധ കരാറുകളോട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടാകുന്നത് പോലെ ദൈവാത്മാവ് ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുക. ഇന്ന് രാത്രി ദൂതേറ്റെടുത്തോ. പക്ഷേ ഒരു കാര്യം ഓർക്കണം, സ്തോത്രം, ഇസ്രായേൽ മതിലില്ലാതെ കിടന്നാലും ഞാൻ അതിനു ചുറ്റും തീമതിലായിരിക്കും. എന്റെ ഇസ്രായേലിനെ ലോകം മുഴുവൻ നിന്ദിക്കും, ലോകം മുഴുവൻ പകക്കും. പക്ഷേ ദൈവം ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്യാൻ പോകുക. ഉടരാ വൈഡാ റകൽഖമാന. ചില മരണങ്ങളും ചില വെല്ലുവിളികളും ലോകരാജ്യങ്ങൾക്കകത്ത് യുദ്ധത്തിന്റെ പ്രകമ്പനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എന്റെ ജനം ജയിച്ചു കയറാൻ പോകുക. ഉടൽ ഖമാന ഷമാന സന്തൽ വൈഡ റകൽ ഖമാന. ദൈവാത്മാ പറയുന്നത് കേട്ടോ, വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിപ്പോയവരുണ്ടെങ്കിൽ ഭാരപ്പെടണ്ട. പ്രാർത്ഥന റൂമിൽ മുട്ടുമടക്കിയാൽ മതി. എന്റെ ദൈവം അവരെ തീമതിലായി കാക്കാൻ പോകുക. സ്തോത്രം. മനസ്സിലായില്ലല്ലേ? ആകാശത്തൂടെ പറക്കുന്ന മിസൈലുകളെ റൂട്ട് മാറ്റി വിടുവാൻ ശക്തനായ ദൈവത്തെ ഞാൻ സേവിക്കുന്നത്. പ്രാർത്ഥിക്കുന്ന ഒരുത്തന്റെ മക്കൾക്കും തലമുറകൾക്കും കുടുംബങ്ങൾക്കും ഒരാപത്തും വരാതെ കാക്കുന്ന എന്റെ ദൈവം പറയുക, ഇസ്രായേൽ മതിലില്ലാതെ കടന്നാലും ഞാൻ തീമതിലായി വെളിപ്പെട്ട് വരും. അതെ, എന്റെ ദൈവം തീയായി വെളിപ്പെട്ട് വരാൻ പോകുക. ആമേൻ. സ്തോത്രം. സ്തോത്രം. താഴോട്ട് വരുമ്പോൾ കാണുക. എന്നാന്ന് വെച്ചാൽ അറിയാമോ? സ്തോത്രം. ഓക്കെ, നമുക്ക് അടുത്ത മൂന്നാമത്തെ കാര്യം കൂടി വായിക്കാം. എന്നിട്ട് സമയം ഏകദേശമൊക്കെ തീരാറായി. സിസ്റ്റർ, അതിന് അരമണിക്കൂർ കൂടിയുണ്ട് അല്ലെ? അരമണിക്കൂറും കൂടിയുണ്ട്. ഓക്കെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾ പ്രാർത്ഥനയോട് കൂടി ഇരിക്കണം. അടുത്ത ചോദ്യം യോബിനോട് ചോദിക്കുകയാണ്. എന്നാന്നറിയാമോ? അതിന്റെ മൂക്കിൽ കയറ് കോർക്കാമോ? അതിന്റെ അണയിൽ കൊളുത്ത് കടത്താമോ? സ്തോത്രം. അതിന്റെ മൂക്കിൽ കയറ് കോർക്കാമോ? അതിന്റെ അണയിൽ കൊളുത്ത് കടത്താമോ എന്നാ ഇതിന്റെ അർത്ഥം. എൻ്റെ വീട്ടിന്റെ അപ്പുറത്ത്, നാട്ടിലെ വീട്ടിന്റെ അപ്പുറത്ത് ഒരു പ്രായമുള്ള ഒരു അപ്പച്ചനുണ്ട്. അപ്പച്ചന്റെ വീട്ടിലൊരു പശുവുണ്ട്. ആ പശുവിന് കിടാവ് ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം ഒന്നും അതിന് കെട്ടത്തില്ല. സ്തോത്രം. ഇച്ചിരി അങ്ങോട്ട് വളർന്നു കഴിഞ്ഞാൽ ഇതിന്റെ മൂക്കേ കൂടെ കയറങ്ങോട്ടിട്ട് ഒരു വലിയ, കാരണം ഇത് പറഞ്ഞ കേൾക്കത്തില്ല, വല്ലെടുത്ത് മേഞ്ഞ് വല്ല വണ്ടി ഇടിച്ച് ചാകാതിരിപ്പന്ന ചെയ്യും, മൂക്കേ കയറിടും. എന്നാൽ നമ്മുടെ നാട്ടിൽ ആന വരുന്നത് കണ്ടിട്ടുണ്ട് ഉത്സവങ്ങൾക്കൊക്കെ. ഈ ആനയെ കയറ് കൊണ്ട് കെട്ടാനൊക്കത്തില്ല. അതിനെന്നാ ചെയ്യുന്ന കയ്യിലൊരു തോട്ടിയുണ്ട്, ഒരു ഭാഗം വളഞ്ഞ തോട്ടി, അതുകൊണ്ടൊരു കൊളുത്ത, അതൊന്ന് കൊളുത്തിയാൽ നട ആന ഇടത്തോട്ടെന്ന് പറഞ്ഞ് ഇടത്തോട്ട്, നട ആന വലത്തോട്ടെന്ന് പറഞ്ഞ് വലത്തോട്ട്. എന്ന് വെച്ചാൽ ഞാൻ കയറുകൊണ്ട് കോർക്കേണ്ടതിനെ കയറുകൊണ്ട് കോർക്കും, കൊളുത്തി നടത്തേണ്ടതിനെ കൊളുത്തി നടത്തും. എൻ്റെ ജനത്തിനെതിരെ നിൽക്കുന്ന ചില മണ്ഡലങ്ങളെ കയറുകൊണ്ട് കെട്ടേണ്ടതിനെ കയറുകൊണ്ട് കെട്ടും. കൊളുത്തി തകർക്കേണ്ടതിനെ ഞാൻ കൊളുത്തി, ദൈവജനത്തിന് ഭീഷണിയാകുന്നതിന് സ്തോത്രം. ദൈവാത്മാ ദൂത് പറയുക കേട്ടോ. ചില കുടുംബങ്ങളോട് ദൂത് പറയുക, എൻ്റെ ജനത്തിന് ഭീഷണിയാകുന്ന വൻ ശക്തികളെ ഞാൻ കൊളുത്തി വലിക്കാൻ പോകുക. അഡൽ ഖമാന വൈഡ ശംദല വൈഡ അരകൽ ഖമാന. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുക.
ഓ സ്തോത്രം. ഇന്ന് പകൽക്കാലം ആത്മാവിനാൽ കത്തിക കേട്ടോ. ദൈവാത്മാവ് ദൂത് പറയുക, നിന്നെ വരിഞ്ഞു മുറുക്കാനല്ല. യോബിനോട് ദൈവം ചോദിക്കുക, മൂക്കിൽ കയറ് നിനക്ക് കോർക്കാമോ? നിന്നെ കൊണ്ട് പറ്റത്തില്ലട യോബേ, പക്ഷെ എന്നെ കൊണ്ടത് സാധിക്കും. നിനക്കെതിരെ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന ചില ശക്തികളെ ഞാൻ വെട്ടാൻ പോകുകയാ. സ്തോത്രം. ഇനി നിങ്ങൾക്ക് വളരെ അത്ഭുതകരമായിരിക്കുന്ന ഒരു കാര്യം കൂടി ചേർക്കാം. ഞാൻ ഈ മാനസാന്തരം കൂടി ഇടക്കിടും കേട്ടോ, നമ്മുടെ വിടുതലിന് വേണ്ടിയാ. നമുക്ക് ഹെസ്കേൽ പ്രവചനം 4-ാം അധ്യായം 8-ാം വാക്യം ഒന്ന് വായിക്കാം. ഹെസ്കേൽ പ്രവചനം 4:8. യേശുവിൻ നാമത്തിൽ ജയമെടുക്കുക. നിന്റെ നിരോധന കാലം തികയുവോളം നീ ഒരു വശത്തു നിന്ന് മറുവശത്തേക്ക് തിരിയാതെ ഇരിക്കേണ്ടതിന് ഞാനിതാ കയറുകൊണ്ട് നിന്നെ കെട്ടുന്നു. സത്യത്തിൽ ഹെസ്കേൽ പ്രവാചകനോട് ദൈവം പറയുകയാണ്, നിന്റെ നിരോധന കാലം കഴിയുവോളം നീ ഒരു വശത്തു നിന്ന് മറുവശത്തേക്ക് തിരിയാതെ ഇരിക്കേണ്ട ഞാനിതാ നിന്നെ കയറ് കൊണ്ട് കെട്ടുന്നു. സത്യത്തിൽ ഇതെന്നാ സംഭവം? ഇതിനെ പറയുന്ന ഒരു പദം എന്ന് വെച്ചാൽ സിംബോളിക് ആക്ട്, പ്രൊഫറ്റിക് സൈൻ എന്ന് പറയും, പ്രവചനക്രിയ. ഞാനിത് വിശദീകരിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര അത്ഭുതമാകും. അതുകൊണ്ട് ഞാൻ അത്ര വിശദീകരിച്ച് പറയുന്നില്ല, അതിനുള്ള സമയവുമില്ല. ഈ പ്രൊഫറ്റിക്കൽ ക്രിയ എന്ന് വെച്ചാൽ, ഒരിക്കൽ ഒരു സഭയ്ക്കകത്ത് ഒരു പ്രാർത്ഥന നടന്നു. ഈ പ്രാർത്ഥന നടക്കുമ്പോൾ ഒരു വ്യക്തി ഐസുവിൽ മരണാസന്നനായി കിടക്കുക, ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ. സ്തോത്രം. അപ്പോൾ ആ ചർച്ചിലെ പാസ്റ്റർ ഒരു കാര്യം ചെയ്ത് എന്നാന്നറിയാമോ? അദ്ദേഹത്തിന്റെ ഒരു ചെറിയൊരു വടിക്കഷ്ണം, ചെറിയ കമ്പ് വെട്ടി അദ്ദേഹം ചർച്ചിന്റെ അകത്ത് കൊണ്ടുവന്നു. എൻ്റെ പുൾപിറ്റിലോട്ട് കയറിയിട്ട് ആ മരക്കഷ്ണത്തെ അദ്ദേഹം പറഞ്ഞു, കിടപ്പിലായിരിക്കുന്ന വ്യക്തിയെ പ്രൊഫറ്റിക്കൽ ക്രിയയായി ഞാനൊരു കാര്യം ചെയ്യാൻ പോകുക, ഞാൻ അതിനെ മുകളിലോട്ട് കിളത്തും. അതിന്റെ അർത്ഥം അദ്ദേഹം അവിടുന്ന് എഴുന്നേക്കാൻ പോകുക. മനസ്സിലായില്ല എന്ന് വെച്ച് അദ്ദേഹം യേശുവിന്റെ നാമത്തിൽ അദ്ദേഹം എഴുന്നേൽക്കാൻ പോകുന്നു. എന്നിട്ട് രണ്ടാമതും കിടത്തി യേശുവിൻ നാമത്തിൽ അദ്ദേഹം എഴുന്നേൽക്കും. ഞാൻ ഇതെന്തോ കൂത്താണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇതാണ് പ്രൊഫറ്റിക്കൽ ക്രിയ. ഹെസ്കേൽ ആ വ്യക്തി എഴുന്നേറ്റ് കേട്ടോ, ആ വ്യക്തി വിടുവിക്കപ്പെട്ടു. അത് സ്തോത്രം. ഇന്ന് രാത്രി പറയട്ടെ. അപ്പോൾ ഹെസ്കേൽ പ്രവാചകനെ കയറ് കൊണ്ട് കെട്ടി ദൈവാത്മ പറയാ, ഞാൻ ഇസ്രായേലിൽ ഇതുപോലെ കെട്ടാൻ പോകുക. ഹെസ്കേൽ കയറ് കൊണ്ട് കെട്ടിയിട്ട് കാണിച്ചു കൊടുത്തു, എടോ നീ പാപം ചെയ്താൽ നിനക്ക് വലത്തോട്ടും ഇടത്തോട്ടും തിരിയാൻ പറ്റത്തില്ലെന്ന്. ചിലർ പറയും സാമ്പത്തികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റുന്നില്ല. ബ്രദറെ, ഒന്ന് പ്രാർത്ഥിക്കണം. ഇന്ന് രാത്രി ഒന്ന് ചിന്തിക്കുക. നിന്റെ ജീവിതത്തിന്റെ അകത്ത് ദൈവത്തോട് ഏറ്റുപറയേണ്ട പാപങ്ങൾ ഉണ്ടെങ്കിൽ, എൻ്റെ ദൈവമേ എന്നോട് ക്ഷമിക്കണമേ, ഈ ഉപവാസ പ്രാർത്ഥനയിൽ എൻ്റെ പാപത്തെ പൊറുക്കണമേ എന്ന് പറയുവാൻ തയ്യാറാകുക. ആരോടെങ്കിലും സ്തോത്രം എന്തെങ്കിലും വിരോധവും വൈരാഗ്യവും പ്രതിസന്ധികളും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി തമ്മിൽ സ്നേഹബന്ധത്തിലോട്ട് മടങ്ങി വരിക. ഹെസ്കേൽ പ്രവാചകനോട് പറയുക, പാപം ചെയ്ത ഇസ്രായേലിനോട് ദൈവം പറഞ്ഞു, നിന്നെ കയറ് കൊണ്ട് കെട്ടുവാൻ, സ്തോത്രം, നിന്റെ ജീവിതത്തെ തകർത്ത് കളയുവാൻ എനിക്ക് പദ്ധതിയില്ല. പക്ഷെ ദൈവാത്മാവ് പറയുന്നു ഇന്ന് രാത്രി, അടുത്ത വാക്യം, ഞാൻ യെരൂശലേമിൽ നിന്നും അപ്പം എന്ന കോലിനെ ഒടിച്ചു കളയും. 4:17 യെരൂശലേമിൽ നിന്നും അപ്പം എന്ന കോലിനെ ഒടിച്ചു കളയും. അപ്പമില്ല, ആരോഗ്യമില്ല, രോഗശക്തികളാ. എന്നാൽ ഇന്ന് രാത്രിക്കാല ദൈവാത്മാവ് പറയുക, ദൈവത്തോട് നിലവിളിക്കാൻ തയ്യാറായിക്കോ. ദൈവം ചില കുടുംബങ്ങളെ വിടിവിക്കാൻ പോകുക. സ്തോത്രം. ഇവിടെ പറയുന്നു, ഹെസ്കേൽ പ്രവചനം പറയുക, കയറ് കൊണ്ട് കെട്ടപ്പെടുന്നത് പ്രിയ ദൈവജന നീയല്ല. മനസ്സിലായില്ലല്ലേ? കയറ് കൊണ്ട് കെട്ടപ്പെടണം നിന്റെ കുടുംബമല്ല, നിന്റെ തലമുറയല്ല, മറിച്ചു നിനക്കെതിരെ നിൽക്കുന്നവനെ നീ കയറുകൊണ്ട് കെട്ടാൻ പോകുക. ദൈവസ്ഥലം നേരോട് നിൽക്കാൻ തയ്യാറാണെങ്കിൽ, പ്രാർത്ഥനയോട് നിൽക്കാൻ തയ്യാറാണെങ്കിൽ, സ്തോത്രം, ദൈവാത്മാ പറയുന്നു നിന്നെ കയറുകൊണ്ട് കെട്ടത്തില്ല, നീ ചിലതിനെ കയറുകൊണ്ട് കെട്ടാൻ പോകുക. ഒരു സംഭവം നടന്ന സംഭവം പറയാം. ഞങ്ങളുടെ നാട്ടിലെ സഭയിൽ ഒരു ഉപവാസ പ്രാർത്ഥന നടന്നു. ശ്രദ്ധിച്ച് കേട്ടണം കേട്ടോ. ഈ കയറുകൊണ്ട് കെട്ടുന്നതൊക്കെ മനസ്സിലായിക്കോണം. ഉപവാസ പ്രാർത്ഥന നടത്തുമ്പോൾ ഈ ഉപവാസ പ്രാർത്ഥന ഒരു വ്യക്തി പറഞ്ഞു, നമുക്ക് ദേശത്തിനുണ്ട് ഉപവസിക്കണം. 21 ദിവസത്തെ ഉപവാസം അദ്ദേഹം പ്രഖ്യാപിച്ചു. 21 ദിവസം ഉപവാസം പ്രഖ്യാപിച്ചു. എന്നിട്ട് സഭയിലെ ആളുകളെല്ലാം ഉപവാസത്തിന് കൂടി വന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, സ്തോത്രം, ഇവരെല്ലാം ഇങ്ങനെ ഉപവാസമാണ് ഇദ്ദേഹത്തിന്റെ പ്രഖ്യാപനം കേട്ടിട്ട്. അത് കഴിഞ്ഞിട്ട് അന്ന് വൈകിട്ട് ചില സഹോദരന്മാർ സൈഡിൽ കൂടെ പോകുമ്പോൾ കാണുന്ന കാഴ്ച, അപ്പുറത്തെ ഹോട്ടലിൽ മറിഞ്ഞിരുന്നിട്ട് ഇയാൾ നല്ല പൊറോട്ടയും ബീഫ് കറിയും കഴിക്കുക. സ്തോത്രം. ആളുകളെ മുഴുവൻ ഉപവസിക്കാൻ പ്രേരിപ്പിച്ചിട്ട് ഇദ്ദേഹം പോയിട്ട് നല്ല പൊറോട്ടയും. ഇന്നും അദ്ദേഹത്തിന്റെ ശുശ്രൂഷകളിൽ ഒരു മാറ്റവുമില്ല, ബന്ധിക്കപ്പെട്ടവനായി മാറി. എന്ന് വെച്ചാൽ പലപ്പോഴും നമ്മളെ കയറുകൊണ്ട് നമ്മൾ കെട്ടരുത്. നമ്മൾ പറയുന്ന കാര്യം നമ്മൾ ചെയ്യണം, എല്ലാം പറയരുത്. മനസ്സിലായില്ലല്ലേ? ഇസ്രായേലിന്റെ പ്രശ്നം എന്താണെന്നറിയാമോ? കെട്ടപ്പെട്ടു പോയി. കപടവിശ്വാസം ആലയത്തിന്റെ അകത്ത് കയറി വന്നപ്പോൾ ഹെസ്കേലിനോട് ദൈവം പറയുക, എന്റെ ജനം കെട്ടപ്പെടേണ്ടവരല്ല. എന്റെ ജനം ചിലതിനെ കെട്ടാൻ പോകുക.
രാജാക്കന്മാരെയും സ്തോത്രം കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്ന വീരന്മാരെയും എന്റെ ജനം കെട്ടിമാറ്റും. ഉടൽ മന വൈര രകൽഖമാന. കപട വിശ്വാസികളെ ദൈവം കെട്ടുമ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവം അനുഗ്രഹിക്കാൻ പോകുക. സ്തോത്രം. ഇന്ന് രാത്രി ഉപവാസപ്രാർത്ഥന കടന്നു വന്ന ദൈവത്തിന്റെ പൈതലേ, ദൈവം നിന്റെ അവസ്ഥകൾക്കൊരു മാറ്റം വരുത്താൻ പോകുന്നു. സ്തോത്രം. ഉടല ഹസ്തര വൈഡ രകൽഖമാന. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയമടിക്കുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയമടിക്കുക. ഇന്ന് രാത്രി ചില കുടുംബങ്ങളോട് ദൈവം സംസാരിക്കുന്നു. ഓ ഉഡ മന ശംദല എൽസി ഷാജൻ എന്ന് പറയുന്ന അസിസ്റ്ററോട് പരിശുദ്ധമ പറയുക, ഈ ദിവസങ്ങളിൽ പുതിയ തയ്യാറെടുപ്പുകൾ, പുതിയ വാതിലുകളെല്ലാം നിങ്ങളുടെ മേഖലയിൽ തുറന്നു വരിക. ഉഡ മന രകൽഖമാന. ഈ ദൈവാത്മാവിനോട് പറയുന്നു, സർപ്പം പോലെ പത്തി വിടർത്തി നിൽക്കുന്ന ചില വെല്ലുവിളികളും പ്രതിസന്ധികളും എല്ലാം ദൈവം എടുത്തു മാറ്റാൻ പോവുക. സ്തോത്രം. ചില വിഷയങ്ങൾക്കകത്ത് കുരുങ്ങി നിൽക്കുന്ന നിങ്ങളോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ചില വ്യക്തികൾ, ദൈവാത്മാവ് എന്നോട് പറയുന്നു, സ്തോത്രം, ഒരു വ്യക്തിയെ ദൈവം ടച്ച് ചെയ്യുക. ഇന്ന് രാത്രി നിങ്ങളുടെ കുടുംബത്തിലൊരു വ്യക്തിയെ ടച്ച് ചെയ്യുക. എങ്ങോട്ട് തിരിഞ്ഞാലും സ്തോത്രം രക്ഷപ്പെടാൻ സാധിക്കാത്ത സ്തോത്രം ചിലതിനെല്ലാം ഞാൻ സൗഖ്യമാക്കാൻ പോകുന്നു. ചിലതിന്റെ എല്ലാ അവസ്ഥകൾക്കൊരു മാറ്റം വരുത്താൻ പോകുക. ഉടരാ മാന ഷമാന. ചില പാരമ്പര്യത്തിന്റെ ശക്തികൾ, ചില വിഗ്രഹ ആരാധനയുടെ ശക്തികൾ ഇന്ന് രാത്രി ദൈവാത്മാവ് അഴിച്ചു മാറ്റുക. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോ, പരിശുദ്ധൽമാവിത ചില അന്യാരാധന മണ്ഡലങ്ങൾക്കകത്ത് യേശുവിൻ നാമത്തിൽ ചില വിടുതൽ അയക്കാൻ പോകുക. ദൈവം ഇന്ന് രാത്രി നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. താഴോട്ട് വരുമ്പോൾ കാണുന്നു, സ്തോത്രം, താഴോട്ട് വരുമ്പോൾ കാണുക യെശയ്യാപ്രവചനം 37-ാം അധ്യായം 29-ാം വാക്യവും 29-ാം വാക്യം വായിക്കാവോ? സ്തോത്രം. 37-ാം അധ്യായം 29-ാം വാക്യം. എന്റെ നേരെയുള്ള നിന്റെ കോപഭ്രാന്ത് കൊണ്ടും നിന്റെ അഹങ്കാരം എന്റെ ചെവിയിലെത്തിയത് കൊണ്ടും ഞാൻ എന്റെ കൊളുത്ത് നിന്റെ മൂക്കിലും എന്റെ കടിഞ്ഞാൺ നിന്റെ അധരങ്ങളിലും ഇട്ട് നീ വന്ന വഴിക്ക് തന്നെ നിന്നെ മടക്കിക്കൊണ്ടുപോകും. സത്യത്തിൽ നമ്മുടെ വഴി തടയാൻ ഒരുവൻ വന്നിട്ടുണ്ട് അല്ലെ. ദൈവം ഇയ്യോബിനോട് ചോദിച്ചൊരു ചോദ്യം മറക്കണ്ട. അവന്റെ അണയിൽ കൊളുത്ത് കടത്താമോ? ദൈവം പറയുക, നിന്റെ വഴി തടയുന്നവന്റെ അണയിൽ ഞാൻ കൊളുത്തിയിട്ട് അവനെ വന്ന വഴിയിലോട്ട് മടക്കിക്കൊണ്ടാൻ പോകുക. ഈ വാക്യങ്ങളൊക്കെ ഭയങ്കര കണക്റ്റഡ് ആകട്ടോ. ദൈവാത്മാവ് ദൂത് പറയുന്നു, സ്തോത്രം, എന്റെ നേരെയുള്ള നിന്റെ കോപഭ്രാന്ത്, സ്തോത്രം, നിന്റെ അഹങ്കാരം, ദൈവജനത്തിന് നേരെയുള്ള സകല മണ്ഡലങ്ങളെയും എന്റെ ചെവിയിൽ എത്തിയിരിക്കയാൽ ഞാൻ അവനെ കൊളുത്താൻ പോകുക. ദൈവാത്മാവ് ദൂത് പറയുക കേട്ടോ, നിന്നെ കൊളുത്തുവാൻ വന്നിരിക്കുന്ന മണ്ഡലങ്ങളെ ദൈവാത്മാവ് കൊളുത്തി വന്ന വഴിയിലോട്ട് മടക്കി വിടുക. അടല ഹസ്തര വൈഷമൻ കടാരകൾ ഖമാന. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവാത്മാവ് ദൂത് പറയാ കേട്ടോ, ചില കോപഭ്രാന്തോട്, ചില വൈരാഗ്യത്തോടുകൂടെ സ്തോത്രം ദൈവജനത്തിനെതിരെ വെല്ലുവിളിച്ചു നിൽക്കുന്ന ഭരണത്തിലെ ചില മേഖലകളെ ഞാൻ അഴിച്ചു മാറ്റാൻ പോകുന്നു. ചിലതിനെ കൊളുത്തി മാറ്റും ദൈവാത്മാവ്. കൊളുത്തി യേശുവിൻ നാമത്തിൽ ചിലതിനെ മാറ്റാൻ പോകുക. ഒരിക്കലും ദൈവാത്മാവിനോട് പറയാൻ പറഞ്ഞു കേട്ടോ, മാറത്തില്ലെന്ന് പറഞ്ഞ ചില ഭരണങ്ങൾക്ക് മാറ്റം വരാൻ പോകുന്നു. ആമേൻ. മാറത്തില്ലെന്ന് പറയുന്ന ഭാരതത്തിലെ പല മേഖലകൾക്കകത്തും ദൈവം ഭരണമാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുക. ഇന്ന് രാത്രി നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്റെ ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ല. ചിലതിന്റെ ദൈവജനത്തിനെതിരെയുള്ള കോപഭ്രാന്തുകൾ, സ്തോത്രം, അഹങ്കാരങ്ങൾ എന്റെ ദൈവത്തിന്റെ ചെവിയിലെത്തിയിരിക്കുക. അതിനെ ദൈവം ഇന്ന് രാത്രി സ്റ്റോപ്പ് ചെയ്യും. പരിശുദ്ധമ പറയുക കേട്ടോ, നിനക്കെതിരെ നിൽക്കുന്ന എല്ലാറ്റിനും ദൈവം ഇന്ന് രാത്രി കൊളുത്തി മാറ്റുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. ഉടൽ ഖമാന വൈഷമന റഗൽ ഖമാന. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുക്കുന്നു. ചില സമയങ്ങൾക്ക് മുമ്പ് എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം ഞാൻ പറയാൻ പോകുക. ഞാനൊരു മീറ്റിങ്ങിൽ വർഷങ്ങൾക്ക് മുമ്പ് പങ്കെടുത്തു. അന്ന് ആ മീറ്റിങ്ങിന് കടന്നു വന്ന ദൈവദാസൻ പ്രസംഗിച്ചത് ദൈവത്തിന്റെ തീയെക്കുറിച്ചാണ്. ആ ദൈവത്തിന്റെ തീയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ ആത്മാവിനെ നിറഞ്ഞു. അന്ന് എനിക്ക് വയസ്സ് 14-15 വയസ്സ്. ആത്മാവിനാൽ ഞാൻ അറിയപ്പെട്ടു, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ്, സ്തോത്രം, ഞാൻ വീട്ടിലോട്ടേക്ക് മടങ്ങി. അങ്ങനെ എൻ്റെ വീട്ടിലെത്തിയപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, കർണാടകയിലാണ് സംഭവം. എൻ്റെ അമ്മ പറഞ്ഞു, മോനെ പോയിട്ട് തക്കാളി വാങ്ങിച്ചുകൊണ്ട് വരണം എന്ന് പറഞ്ഞു. തക്കാളി ഇല്ല, കറി വെക്കാനെന്ന് പറഞ്ഞു. അങ്ങനെ തക്കാളി വാങ്ങിക്കാനായി അന്യഭാഷയും പറഞ്ഞുകൊണ്ട് 10 രൂപയും ചെറിയ കവറും എടുത്തുകൊണ്ട് ഞാൻ പോകുമ്പോൾ, കർണാടകയിൽ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഈ പ്രത്യേക ഉത്സവങ്ങൾ വരുമ്പോൾ പോയിട്ടുള്ളവർക്കറിയാം, പ്രത്യേക സംഭവങ്ങളൊക്കെ വിഗ്രഹങ്ങളൊക്കെ വലിയ രഥത്തെ വെച്ചിട്ട് കെട്ടി വലിക്കും.
നിങ്ങൾ ടി വി ഒക്കെ കണ്ടിരിക്കാം, കെട്ടിവലിച്ച് അതിന്റെ മുൻപിൽ വാളും കൊണ്ടൊരു പ്രത്യേക പൂജാരി പോലുള്ള ഒരു വ്യക്തി വാളും കുലുക്കി അവരുടെ ദൈവങ്ങളുടെ പാട്ടുകൾ സ്പീക്കർ ഉറക്കെ ഇട്ട് നൂറുകണക്കിന് ആളുകൾ ഇതിനെ ഫോളോ ചെയ്യും. അപ്പോഴാണ് തക്കാളി വാങ്ങിക്കാനായിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നത്. റോഡ് മുഴുവൻ ബ്ലോക്കാണ്, വാഹനങ്ങളൊക്കെ സ്തോത്രം പോലീസ് നിയന്ത്രിക്കുക. അപ്പോൾ ഞാൻ ഈ അന്യഭാഷ പറഞ്ഞുകൊണ്ട് പോവുകയാണല്ലോ. അപ്പോൾ ദൈവദാസൻ പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് എൻ്റെ അകത്തോട്ട് കയറി വന്നു. സ്തോത്രം. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാ, ഈ സായിബാബയും അമൃതാനന്ദമായും സ്തോത്രം നമ്മുടെ സ്റ്റേഡിയങ്ങളിലൊക്കെ വന്നിട്ട് അവരുടെ മീറ്റിങ്ങിന് ലക്ഷക്കണക്കിന് ആളുകളാണ് കൂടുന്നത്. അവർ സ്തോത്രം വരുന്ന ആളുകളെ മേലെ കെട്ടിപ്പിടിച്ചും തലയിൽ കൈവച്ചും വിടും. അവരുടെ മേലുള്ള ശക്തി ഇവരെ മേലെ ഇമ്പാർട്ട് ചെയ്യുക. സത്യത്തിൽ അത് അവരാണോ ചെയ്യേണ്ടത്, നമ്മളാണോ ചെയ്യേണ്ടത്? ഇതെൻ്റെ അകത്ത് കിടന്ന് ഇങ്ങനെ കത്തുക. അപ്പോൾ സ്തോത്രം ഈ ശക്തിയെ ഈ സംഭവം ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ എന്നാ ചെയ്തെന്ന് അറിയാമോ? ഞാൻ എന്നാ ഈ സംഭവത്തിന്റെ ചുറ്റും ഞാൻ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരുന്നത്. എൻ്റെ അന്യഭാഷ ഒന്നും ആരും കേൾക്കത്തില്ല, കാരണം 1000 വാട്സിന്റെ സ്പീക്കറിൽ പാട്ട് കേട്ടോണ്ടിരിക്കുക. അപ്പൊ ഞാൻ അന്യഭാഷയും പറഞ്ഞുകൊണ്ട് ഇതിന് ചുറ്റും ഞാൻ നടക്കാൻ ആരംഭിച്ചു. അന്യഭാഷ പറഞ്ഞുകൊണ്ട് ഞാൻ നടക്കാൻ ആരംഭിച്ചപ്പോൾ സംഭവിച്ചത് എന്താണെന്നറിയാമോ? സ്തോത്രം, ഒരു 3-4 വട്ടം കറങ്ങി അന്യഭാഷ പറഞ്ഞ് മുന്നിൽ നടക്കുന്ന വാളും കൈ പിടിച്ച് വിറച്ചുകൊണ്ട് നടക്കുന്ന വെളിച്ചപ്പാട് സ്തോത്രം അദ്ദേഹം അവിടെ നിന്നു. അദ്ദേഹം നിന്നാൽ പിറകിൽ രഥം നിൽക്കേണ്ടി വരും. അതിന്റെ പിറകെ ജനറേറ്റർ ഉണ്ട്, സ്പീക്കർ എല്ലാം നിൽക്കേണ്ടി വരും. അദ്ദേഹം നിന്നു. ആളുകൾ അദ്ദേഹത്തോട് മുന്നോട്ട് പോകാൻ പറഞ്ഞ് അദ്ദേഹം പോകുന്നില്ല. സ്തോത്രം. പെട്ടെന്ന് അദ്ദേഹം താഴോട്ടൊരു വീഴ്ച, ബോധം കെട്ട് താഴോട്ടൊരു വീഴ്ച. ഇത് കണ്ടതോടുകൂടെ എൻ്റെ വിശ്വാസം അങ്ങോട്ട് കത്തി. ഞാൻ പിന്നെ അന്യഭാഷ പറഞ്ഞുകൊണ്ട് നടക്കാൻ തുടങ്ങി. പിന്നെ ആളുകൾക്കെല്ലാം ഇദ്ദേഹത്തോട് ദേഷ്യം വന്നിട്ട് ഇദ്ദേഹത്തെ താങ്ങി എഴുന്നേൽപ്പിച്ച് കൊണ്ട് ഒരു കാഴ്ച ഞാൻ ഓർക്കുന്നു. ദൈവാത്മ പറയുക, ചിലതിന്റെ കോപഭ്രാന്തുകളും ചിലതിന്റെ അഹങ്കാരങ്ങളെയും ഞാൻ കൊളുത്തിട്ട് പിടിക്കും. ആരെക്കൊണ്ട്? നിന്നെക്കൊണ്ട്. ദൈവാത്മ പറയും, നമ്മുടെ അകത്ത് പകർന്നിരിക്കുന്ന അത്യന്ത ശക്തി, അത് നമ്മുടെ മൺകൂടാരങ്ങളിൽ പകർന്നിരിക്കയാൽ ദൈവാത്മ പറയുക, ചില മേഖലകളെ വെട്ടിപ്പിടിക്കുവാൻ മന വൈഡ ഹസ്തര നടന്ന സംഭവങ്ങൾ എന്റെ ജീവിതത്തിൽ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു. പരിശുദ്ധമ പറയുക, ഇന്ന് രാത്രി നിങ്ങൾ തീരുമാനിക്കുമോ, ഞാൻ ചിലതിനെല്ലാം ഉത്തരം പറയാൻ പോകുക. അയ്യോബേ, ചില ഉത്തരങ്ങൾ, അത് ചില പ്രസ്താവനകൾ വെളിപ്പെട്ട് വരാൻ പോകുക. സ്തോത്രം. ഇന്ന് രാത്രി പരിശുദ്ധമോ ശക്തമായി സംസാരിക്കട്ടോ. ചില കുടുംബങ്ങളോട്, ആ സേബ എന്ന് പറഞ്ഞ വ്യക്തിയോട് സംസാരിക്കുന്നു. ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചില മണ്ഡലങ്ങളിലെല്ലാം നിങ്ങളെ പുറത്താക്കി കളയുവാനുള്ള ചില കാര്യങ്ങൾ, ആമേൻ, നിങ്ങളെ പുറത്ത് തള്ളിക്കളയുവാനുള്ള ചില അകത്തലങ്ങളിലുള്ള ചില വെല്ലുവിളികൾ ഇന്ന് രാത്രി മനസ്സിലാക്കി പ്രാർത്ഥനയോടുകൂടെ കയറിക്കോ. പരിശുദ്ധാത്മാ പറയുന്നു, നിങ്ങളുടെ കുടുംബത്തെ ദൈവം ചില ഉന്നതമായിരിക്കുന്ന മേഖലകൾ ഉറപ്പിക്കാൻ പോകുക. പക്ഷെ പ്രാർത്ഥനാ മണ്ഡലത്തിൽ നിങ്ങൾ കയറണം. ദൈവന്മാവനോട് പറയുന്നു, സ്തോത്രം, ചില മേഖലകളെല്ലാം അടഞ്ഞുപോയതാ. ചില നിങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥകൾ വലിയ മാറ്റങ്ങളിലോട്ട് കൊണ്ടുവരേണ്ടതിന് അടയപ്പെട്ട മേഖലകളെ നിങ്ങൾ ജയിച്ചു കയറുവാൻ പരിശുദ്ധമ പറയുന്നു. ഇന്ന് രാത്രി ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. പരിശുദ്ധമ പറയുന്നു കേട്ടോ, ചില കുടുംബങ്ങളെ ദൈവം മാനിക്കാൻ പോകുക. സ്തോത്രം. ഞാൻ ചോദിച്ചോട്ടെ, ഇത്രയും കാര്യങ്ങൾ ദൈവാത്മാവ് എന്നാത്തിനാ സംസാരിച്ചെന്നറിയാവോ? അതും കൂടെ പറഞ്ഞ് 10 മിനിറ്റ് കൊണ്ട് ഞാൻ മെസ്സേജ് നിർത്താൻ പോവുകയാണ്. ഒരു കാര്യം പറയണം കേട്ടോ. സ്തോത്രം. ഇയ്യോബിന്റെ പുസ്തകം 2-ാം അധ്യായം 8-ാം വാക്യം ഒന്ന് വായിക്കാമോ? ഇയ്യോബിന്റെ പുസ്തകം 2-ാം അധ്യായം 8-ാം വാക്യം. പെട്ടെന്ന് നിർത്താൻ പോവുക. അവൻ ഒരു ഓട്ടിൻ കഷണം എടുത്തു തന്നെത്താൻ ചുരുണ്ടിക്കൊണ്ട് ചാരത്തിലിരുന്നു. ഈ ചാരത്തിലിരിക്കുന്ന, സ്തോത്രം, ചുരണ്ടിക്കൊണ്ടിരിക്കുന്ന ഇയ്യോബിനെ നോക്കിയായിട്ടാണ് ദൈവം പറയുന്നത്, നീ ഉത്തരം പറയണമെന്ന്, അല്ലേ? സ്തോത്രം. ഞാൻ ചോദിച്ചോട്ടെ, പലരും ഈ ഓട്ടിൻ കഷ്ണം എടുത്ത് ചെറാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. ഓട്ടിൻ കഷ്ണത്തിന് വരെ നാണക്കേട് തോന്നി. സ്തോത്രം. എന്നെ ഒന്ന് എറിഞ്ഞു കളയടോ, മടുത്തു. സ്തോത്രം. മനസ്സിലായില്ലല്ലേ? ഓട്ടിൻ കഷ്ണത്തിനെ പോലും നാണിപ്പിക്കുന്ന രീതിയിലാണ് നമ്മുടെയൊക്കെ ജീവിതം. ഇയ്യോബ് പറയുകയാണ് അടുത്ത വാക്യത്തിൽ, തന്റെ ജന്മദിവസത്തെ ഇയ്യോബ് ശപിച്ചു. ഇയ്യോബ് പറഞ്ഞു, ഞാൻ ജനിച്ച ദിവസവും ആണ് ഉൽപ്പാദിപ്പിക്കപ്പെട്ടെന്ന് പറഞ്ഞ് രാത്രി നശിച്ചു പോകട്ടെ എന്ന് ഇന്ന് രാത്രി ദൈവാത്മാവിനോട് പറയാൻ പറയുന്നു. നീ ശാപത്തിന്റെ കീഴല്ല, ഓട്ടിൻ കഷ്ണം ചിരണ്ടിക്കണ്ടിരിക്കാനല്ല നിന്നെ വിളിച്ചത്. ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥനയുടെ ഉത്തരം നീ കാണാൻ പോകുക. ചില ഫറവോന്റെ ശക്തികളെ വെട്ടുമ്പോൾ, പൈശാചിക മണ്ഡലങ്ങളെ തകർക്കുമ്പോൾ, ഇയ്യോബേ, നീ ശാപത്തിൽ നിന്ന് വെളിവരാൻ പോകുക. സ്തോത്രം. എന്നിട്ട് പറയട്ടെ, ഇനി എന്നാ സംഭവിച്ചു? ഇയ്യോബിന്റെ പുസ്തകം 42-ാം അധ്യായം 1-ാം വാക്യം വായിക്കണം. സ്തോത്രം. 1-2. ഇയ്യോബ് 42-ന്റെ 1-2. നിനക്ക് സകലതും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമെന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു.
ഒന്നാം വാക്യം വായിക്കണം സിസ്റ്റർ, 1-2 ഒന്നാം വാക്യം കൂടി വായിച്ചേ. യോബ് യഹോവയോട് ഉത്തരം പറഞ്ഞത്, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമെന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. അതിന് ഇയ്യോബ് യഹോവയോട് ഉത്തരം പറഞ്ഞെന്ന്. ഇത്ര നേരം വായടച്ച് ഒരു ഉത്തരവും പറയാതെ തന്റെ ജന്മദിവസത്തെ ശപിച്ചുകൊണ്ടിരുന്ന ഇയ്യോബിന്റെ വാ തുറന്നു. മനസ്സിലായില്ല? ഇന്ന് രാത്രി നിന്റെ വായൊന്ന് തുറക്കാവോ? ഇയ്യോബ് പറഞ്ഞത് എന്നാന്നറിയാമോ? നിനക്ക് സകലവും കഴിയും ദൈവമേ, എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം നിനക്ക് മടക്കി തരാൻ പറ്റും, എന്റെ രോഗത്തെ നിനക്ക് സൗഖ്യമാക്കാൻ പറ്റും. ഓ, എത്ര പേര് കത്തുന്നു ഇന്ന് രാത്രി. ദൈവാത്മാവ് പറയുക, നിന്റെ ഉത്തരത്തിന്റെ മുമ്പിൽ നിന്റെ മറുപടികൾ വെളിപ്പെട്ട് വരാൻ പോകുക. നിനക്ക് സകലവും പറ്റുമെന്നേ. സ്തോത്രം. നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ല. അസാധ്യം എന്റെ ദൈവത്തിന്റെ പുസ്തകത്തിലില്ല. ഇന്ന് രാത്രി ചില കുടുംബങ്ങളെ നോക്കി ദൈവാത്മാവ് പ്രവചിക്കുക, അസാധ്യതകളെ സാധ്യമാക്കുന്ന സർവശക്തന്റെ മുൻപിലാണ് ഞാൻ വന്നിരിക്കുന്നത്. അടൽ കമാന ഹസ്തര വൈര. പരിശുദ്ധമാവ് ശക്തമായി സംസാരിക്കുക കേട്ടോ. അടുത്ത വാക്യം പറയുന്നു, ഇങ്ങനെ യഹോവ ഇയ്യോബിന്റെ പിൻകാലത്തെ അവന്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു. ഇന്ന് രാത്രി ദേവാത്മാ ചിലരോട് ദൂത് പറയുക, നിന്റെ ജീവിതം വെറും അസാധ്യയുടെ മധ്യത്തിലാണ് തുടങ്ങിയതെങ്കിൽ ഇനി വരാൻ പോകുന്നതുണ്ടല്ലോ. ഇനി വരാൻ പോകുന്ന അനുഗ്രഹം, ഇരട്ടി പങ്ക്, ഇരട്ടിയായിരിക്കുന്ന നന്മകൾ എന്റെ ജനത്തിന്റെ മേൽ ഞാൻ പകരാൻ പോകുക. അടല അരകന അസ്തര വൈഡകൽ ഖമാന. ദൈവാത്മാവ് ദൂത് പറയുക കേട്ടോ. ചില കുടുംബങ്ങളെ നോക്കി ദൂത് പറയുക. എനിക്കറിയാം, ചിലർ കരയുന്നു, ചിലർ ആത്മാവിൽ കരയുകയാ, ചിലരോട് ദൈവാത്മാവ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. എനിക്ക് മെസ്സേജ് നിർത്താൻ പോലും പറ്റാത്ത ദൂതുകൾ ദൈവാത്മാവ് സംസാരിക്കുക. പരിശുദ്ധാത്മാവ് പറയുക, ആ ചന്ദ്രിക ഡൽഹിയിലുള്ള സിസ്റ്ററോട് ദൈവാത്മാവ് പറയുന്നു, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. നിങ്ങളുടെ കുടുംബത്തിൽ ദൈവത്തിന്റെ കരം ചലിക്കാൻ പോകുന്നു. ചില പ്രവചന മണ്ഡലങ്ങളും ചില രോഗശാന്തികളും എല്ലാം നിങ്ങളുടെ ഭവനത്തിന്റെ അകത്ത് ഒരു വെളിപ്പാട് ഞാൻ കാണുക. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ദൈവാത്മാവ് ദൂത് പറയുക. സോഫിയ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന് രാത്രി നിങ്ങളും പുതിയ ചില ചാപ്റ്ററുകൾ ഓപ്പൺ ആകുക. അനേക വർഷങ്ങളായി അടഞ്ഞുപോയ ചില മേഖലകളെ ദൈവം തുറക്കുന്നൊരു വെളിപ്പാട് ഞാൻ കാണുന്നു. ചിലതിന്റെ ജോലികളും ചിലതിന്റെ വിസാ സംബന്ധമായിരിക്കുന്ന മേഖലകളും എല്ലാം ദൈവം തുറന്നു തരുന്ന ഒരു വെളിപ്പാട് ഞാൻ കാണുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുക കേട്ടോ. എന്റെ സമയം തീരാറായി, പക്ഷെ ദൈവാത്മാവ് എന്നോട് പറയുന്നു, എന്റെ ജനത്തിന്റെ സ്ഥിതി ഞാൻ മാറ്റും. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നു? എത്ര പേര് വിശ്വസിക്കും? എന്റെ ജനത്തിന്റെ സ്ഥിതി ഞാൻ മാറ്റും. ഇയ്യോബ് ഉത്തരം പറഞ്ഞപ്പോൾ എന്നാ ഉത്തരം എന്നറിയാമോ? ഇത്ര ദിവസവും അകത്ത സംശയം, ദൈവത്തിന് പറ്റുമോ, ദൈവം ചെയ്യുവോ, പ്രവചനം നടക്കുവോ, എന്റെ കുടുംബാനുഗ്രഹി ബീനാജി സിസ്റ്ററെ ദൈവാത്മാ പറയുക, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. നിങ്ങൾ ചിലരെ തൊടുമ്പോൾ ചില രോഗസൗഖ്യം നടക്കാൻ പോകുക. അടരാ മാന ശബ്ദ സഹോദരിമാരുടെ കൂട്ടത്തിൽ നിങ്ങളുടെ പേര് വ്യത്യസ്തമായി വരുന്നത് പോലെ പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുക. ഐഡകൾക്ക് ദൈവന്മാരോട് പറയുന്നു, ചില വലിയ ചർച്ചകൾക്കകത്ത് സ്തോത്രം, ചില ലേഡീസ് സംബന്ധമായിരിക്കുന്ന ചില സംഭവങ്ങളുടെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് അടരാ മാന വൈഷമന അതിന്റെ കാര്യങ്ങളൊക്കെ പറയാൻ നിങ്ങൾ പോകുന്നൊരു വെളിപ്പാട് ഞാൻ കാണുക. സ്തോത്രം. ചില സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് ചിലതൊക്കെ നിങ്ങൾ ചെയ്യും. അശാമന വൈഡാരകൽക്കമാന. ചില രാജ്യങ്ങളെല്ലാം നിങ്ങൾ യാത്ര ചെയ്യും. പരിശുദ്ധന്മാരോട് പറയാൻ പറയുക, ഇന്ന് രാത്രി ദൈവം നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ പോകുക. യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കുന്നു. ഇവിടെ ഞാൻ വചനത്തിലോട്ട് മടങ്ങി വരിക കേട്ടോ. എന്റെ സമയം തീർന്നു. ഇയ്യോബിനോട് ദൈവം പറഞ്ഞു, സ്തോത്രം, ഇയ്യോബിന്റെ പുത്രിമാരെ പോലെ സൗന്ദര്യമുള്ള പുത്രിമാർ ദേശത്തില്ലെന്ന്. ശരിക്കുമുള്ള ബ്ലെസ്സിങ് വെളിപ്പെട്ടാലുണ്ടല്ലോ. മനസ്സിലായില്ല? സ്തോത്രം പറഞ്ഞില്ല. നമ്മുടെ സൗന്ദര്യം പോലും വർദ്ധിക്കും. ഞാൻ വചനമല്ലേ പ്രസംഗിക്കുന്നത്? നിങ്ങൾക്ക് എന്താ ഇത്ര സംശയം? ചിലർ പറയും, എൻ്റെ മൂക്ക് വലിയ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല. വിവാഹത്തിന് യേശുവിന്റെ നാമത്തിൽ ദൈവകൃപ വെളിപ്പെടുമ്പോൾ നിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ പോകുക. സ്തോത്രം. അടുത്ത പറയുന്നു, സ്തോത്രം, അടുത്ത വാക്യം, ഇയ്യോബിന്റെ അവന് 14,000 ആടും 6,000 ഒട്ടകവും 1,000 കാളയും 1,000 പെൺകഴുതും പിന്നെ ഉണ്ടായെന്ന്. മുമ്പ് എന്നാന്നറിയാമോ? എല്ലാം 5,000 വെച്ച, ഇപ്പെല്ലാം 10,000 വെച്ച എന്ന് വെച്ച ഇരട്ടി അനുഗ്രഹം. ദൈവന്മാരോട് പറയുന്നു കേട്ടോ, ഇരട്ടി അനുഗ്രഹം. എത്ര പേർക്ക് ഇന്ന് രാത്രി ഇരട്ടി അനുഗ്രഹം വേണം? സ്തോത്രം, ഇരട്ടി നന്മകൾ വേണം. ദൈവന്മാരോട് പറയുക, ഇന്ന് രാത്രി ഇരട്ടിയുമായി നീ മടങ്ങി പോകാൻ പോകുക. ഇനി നിങ്ങളുടെ കുടുംബത്തിൽ ഇനി നിങ്ങൾ കഷ്ടതയെക്കുറിച്ച് പറയരുത്. വാ തുറന്ന് നീ ഒന്ന് പറയാമോ, എന്റെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. സ്തോത്രം, നീ ഒന്ന് പറയാമോ, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ദാവീദ് രാജാവായത് അപ്പൻ രാജാവായോണ്ടല്ല, ജോസഫ് പ്രൈം മിനിസ്റ്റർ ആയത് അപ്പൻ പ്രൈം മിനിസ്റ്റർ ആയതുകൊണ്ടല്ല. ഒരു റെക്കമെൻഡും ഇല്ലെങ്കിലും ദൈവസാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടോ?
ദൈവം നിന്നെ മാനിക്കാൻ പോകുക. ഇന്ന് രാത്രി ഈ വചനങ്ങളെ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. തുടങ്ങിയത് എവിടെയാണെന്നറിയാമോ? യഹോവ ചുഴലിക്കാറ്റിൽ യോബിന് ഉത്തരമരളി. ഇന്ന് രാത്രി ഒരു ചുഴലിക്കാറ്റടിക്കാൻ പോകുക. നിന്റെ കുടുംബത്തിൽ ഒരു ചുഴലിക്കാറ്റടിക്കാൻ പോകുക. ഉണർവിന്റെ ചുഴലിക്കാറ്റ്, അഭിഷേകത്തിന്റെ ചുഴലിക്കാറ്റ്. യേശുവിൻ നാമത്തിൽ ഈ വചനങ്ങൾ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയിൽ എന്നെ ഓർക്കണം. സ്തോത്രം. എൻ്റെ ശുശ്രൂഷകളെ, എൻ്റെ ഭൗതിക മണ്ഡലങ്ങളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാൻ ഓർപ്പിക്കുന്നു. വീണ്ടും ദൈവം സഹായിച്ചാൽ, കർത്താവിന്റെ വരവ് താമസമെങ്കിൽ ഞാൻ വീണ്ടും വരും. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെല്ലാവരും മാനിക്കട്ടെ. സ്തോത്രം.